Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 16th July 2022. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ ഏതാണെന്ന് ഡിസ്കസ് ചെയ്യാം, അതുപോലെ കുറച്ച് വൊക്കാബുലറി പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ മഴയൊക്കെ ഉണ്ടോ? അവിടെ മഴയൊക്കെ ഉണ്ടോ? എന്താ നാട്ടിലെ അവസ്ഥകൾ? മഴ അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഹെൽത്തി അല്ലാതിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വേഗം തിരിച്ചു വരിക, ബാക്ക് ടു ഹെൽത്ത്. ഹെൽത്തി ആയിട്ടിരിക്കുന്നവരെ ഹെൽത്തി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. കാര്യം മഴയാണ്, പനി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും, ശ്രദ്ധിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം, സമയം കളയേണ്ട. നമ്മുടെ കോട്ടിൽ നിന്നിതാണ്: പെർഫോമൻസ് ഓൾവേസ് കംസ് ഫ്രം ദ പാഷൻ, നോട്ട് ഫ്രം ദ പ്രഷർ. നമുക്ക് എപ്പോഴും ഉണ്ടല്ലേ, നമ്മൾ നന്നായി പെർഫോം ചെയ്യുക അല്ലെങ്കിൽ മോശമായി പെർഫോം ചെയ്ത് ബേസ്ഡ് ഓൺ അവർ പാഷനാണ്. നമുക്കൊരു കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ നന്നായി അത് പഠിക്കും. അതിനോട് അല്ലെങ്കിൽ ഇഷ്ടമായ ഒരു പാഷൻ, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പഠിക്കും. കാരണം നമ്മുടെ ആഗ്രഹം അതാണ്, എനിക്കൊരു ജോലി കിട്ടണം എന്ന അത്ര കഠിനമായ ഒരു എന്താ പറയുക ബേണിംഗ് ഡിസയർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ബെറ്റർ ആവും. അവിടെയാണ് പെർഫോമൻസിൻ്റെ ഒരു എന്താ പറയുക നല്ല രീതിയിലോട്ട് വരിക, പോസിറ്റീവ് സെൻസിലോട്ട് വരിക, നെഗറ്റീവ് സെൻസിലോട്ട് വരുന്നത്. ബട്ട് വളരെയധികം പ്രഷറോടെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അത് അത്ര നന്നാവില്ല. സോ ഓൾവേസ് ബി പാഷനേറ്റ് ആയിട്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാത്തിലും. അതിപ്പോൾ പേഴ്സണൽ ലൈഫിലായാലും, ഞാൻ പറയുന്നുണ്ട് പ്രൊഫഷണൽ ലൈഫിലായാലും, നിങ്ങൾ സ്റ്റുഡൻറ്റ് ലൈഫിലാണെങ്കിലും അങ്ങനെ തന്നെ ശ്രദ്ധിക്കാം. അതുപോലെ അക്കാഡമിക് ലൈഫിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? യു ഹാവ് ടു ലവ് വാട്ട് യു ഡു ആൻഡ് യു ഹാവ് ടു ഡു വാട്ട് യു ലവ്. രണ്ടും അങ്ങനെയാണ്, ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആണ്. ഒന്നിൻ്റെ കൂടെ മറ്റു വരണം. നിനക്ക് ഇഷ്ടമുള്ള കാര്യം നീ ചെയ്യാവുന്നുള്ളൂ, അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന കാര്യത്തെ ഇഷ്ടപ്പെടണം. അതാണ് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ടും കൂടെ നടന്നാൽ ലൈഫിൽ നടന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ളൂ, ഉഷാറാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഉഷാറായിട്ടിരിക്കാം. അപ്പോൾ ഈ കോട്ട് ഇന്നത്തെ കോട്ടാണ്, ഓർത്ത് വെച്ചോളാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് കോട്ട് എന്ന് മനസ്സിലുണ്ടായിരിക്കണം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ Adda247 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ എക്സാംസിനും, അതിപ്പോൾ SC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ESIC ഇൻഷുറൻസ് എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള PSC എക്സാംസ് ആയിക്കോട്ടെ, സുപ്രീം കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് LDയുടെ ഏത് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ട ഫ്രീ യൂട്യൂബ് ക്ലാസ്സുകൾ. അതുകൂടാതെ ക്വസ്റ്റൻ ആൻസർ, MCQs, എക്സാം അനാലിസിസ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വീഡിയോസ്, അതുപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോസ്. നിങ്ങൾക്ക് ഒരു എക്സാം അപ്ലൈ ചെയ്യണം, അപ്ലിക്കേഷൻ ചെയ്യേണ്ട ഫോം ഫില്ലിംഗ് വീഡിയോസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ ഓൾ ഇൻ വൺ ആണ്. അപ്പം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും. അതുപോലെ നമ്മുടെ ആപ്പിനെ കാര്യം വിട്ടുകൊണ്ട് ആപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഡെയിലി ക്വിസസ് നിങ്ങൾക്ക് കിട്ടും. ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെന്നാൽ അവൈലബിൾ ആണ് Adda247 ആപ്പ്. അപ്പോൾ ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്വിസസും മോക്ക് ടെസ്റ്റുകളും സബ്ജക്ട് വൈസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ പറ്റി ചിന്തിച്ച് പോകുമ്പോൾ അവർ സെൽഫ് അനാലിസിസ് ചെയ്യാൻ വളരെ നല്ലൊരു മെത്തേഡാണ് ഈ ആപ്പ് എന്ന് പറയുന്നത്. കൂടാതെ നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്ട്സ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഇവിടെ കിട്ടും. പിന്നെ എന്തിനാണല്ലേ നോക്കുന്നത്, നമുക്ക് ആപ്പ് അങ്ങ് ഡൗൺലോഡ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാന്നേ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം മറന്നിട്ടില്ലല്ലോ. 2 ടെലിഗ്രാം ചാനലുണ്ട് നമുക്ക്. നമ്മുടെ KPSC ഷോർട്ട് സെലക്ഷൻ, നമ്മുടെ നേരത്തെ മുതലുള്ള ടെലിഗ്രാം ചാനൽ, ആൻഡ് നമുക്കൊരു ടെലിഗ്രാം ചാനലിലൂടെ ഉണ്ട് നമ്മുടെ സെൻട്രൽ എക്സാംസിൻ്റെ Adda247 കേരള സെൻട്രൽ എക്സാംസ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക്. അപ്പോൾ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, ഇതുപോലെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. ഇന്നത്തെ 16-ാം തീയതിയിൽ വന്നിരിക്കുന്ന 2 ആർട്ടിക്കിൾസ് ഞാൻ പറയാൻ പോകുന്നതുപോലെ, എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, ESICക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, ബാങ്കിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, എന്തിന് ദേവസ്വം ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും സുപ്രീം കോർട്ട് ടെസ്റ്റിന് ഒബ്വിയസ്ലി ഇത് വേണം അല്ലേ. അപ്പോൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ ജനറൽ അവയർനെസ്, അതാണ് ഏറ്റവും പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്ന ഒരു സാധനം. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറിയും ആൻഡ് യുവർ കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി എന്തായാലും വേർഡ്സ് നിങ്ങൾ പഠിക്കും. കോംപ്രിഹെൻഷൻ, നിങ്ങളുടെ റീഡിങ് എബിലിറ്റി, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി നന്നായിട്ട് കൂടും. കൂടാതെ റൈറ്റിംഗ് സ്കിൽസ്, അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഉറപ്പായിട്ടും കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്കറിയാം നമ്മൾ ഗ്രാമർ സ്ട്രക്ചേഴ്സും നന്നായിട്ട് ഇതിൽ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി പഠിച്ച കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ പൊക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കത് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ഡെയിലി ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. പല കുട്ടികളും എന്നോട് പറയാൻ കൂടി ഉള്ളതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഐ എം സോ ഹാപ്പി ടു ഗിവ് ദിസ് സെഷൻ ടു എവറി ഡേ ആൻഡ് ടേക്ക് ദിസ് സെഷൻ ആസ് വെൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആർട്ടിക്കിളോട്ട് നോക്കാം. എല്ലാ ദിവസവും പറയുന്ന പോലെ ഇന്നും 2 ആർട്ടിക്കിളാണോ. ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ മങ്കി പോക്സിനെ പറ്റി പറഞ്ഞല്ലേ. മങ്കി പോക്സ് ഇന്ത്യയിലും
വന്ന് ഒരു മങ്കി പോക്സിൻ്റെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ ഒരു ആർട്ടിക്കിൾ, എവിടെ നിന്നാണ് മങ്കി പോക്സ് തുടങ്ങിയത് മുതൽ, നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. വളരെ സിമ്പിൾ റീഡാണ്, ഒരുപാട് വൊക്കാബുലറി ഒന്നുമില്ല. അപ്പം അത് നിങ്ങൾക്ക് സെൽഫ് റീഡബിളാണ്, വായിച്ചുവിടാം. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കണോമിയെ പറ്റിയ ആർട്ടിക്കിളാണ്. ഡെഫിസിറ്റ്, നമ്മുടെ എന്താ പറയുക, ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയുള്ള നമ്മുടെ ഫണ്ട് ഡെഫിസിറ്റിനെ പറ്റിയും ടാക്സ് ഡെഫിസിറ്റിനെ പറ്റിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇക്കോണമിയെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി കുറച്ച് നാൾ മുമ്പ്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ കാര്യം ഇതായിരുന്നു, നിങ്ങൾ വായിച്ചു വിട്ടുവാണോ ഒരിക്കലും വിശ്വസിക്കും, ഞാൻ എല്ലാവർക്കും അയച്ചു തന്നിരുന്നു. കാര്യം ഇതാണ്, ഇൻഫ്ലേഷൻ ഒന്ന് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ മുന്നോട്ട് വന്നപ്പോൾ കാര്യങ്ങൾ നടന്നു. ചെറിയൊരു മാറ്റമുണ്ട്. എന്നാലും എല്ലാവരും എന്താ പറയുക, എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ സെറ്റായി, എക്കണോമി സെറ്റായി, എക്കണോമിക് ക്രൈസിസ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്, കുറച്ചുകൂടി വിജിലൻ്റ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഇന്നും കുറച്ചുകൂടി വിജിലൻ്റ് ആയിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പം പറഞ്ഞ പോലെ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും സുഖമല്ലേ? പരിചയപ്പെട്ടുകൊണ്ടിരിക്കുവാണോ? മഴ കുറവുണ്ടോ അവിടെയൊക്കെ? ഇറ്റ്സ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെജിൻ്റെ അടുത്ത് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ആണോ? ഡു ദ ബെസ്റ്റ് തിങ് ടു ലിവ് വാട്ട് യു ഡു. യെസ്, സത്യം. ഹായ് പാർവതി, ഞാൻ വയനാട്ടുകാരിയാണ് കേട്ടോ, വയനാടാണ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ പിന്നെ നമുക്കങ്ങോട്ട് നേരെ പോയാലോ, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസ്. യെസ്, ഇതാണ് നമ്മുടെ ഫ്രേസൽ വെർബ്സ് അല്ലെങ്കിൽ ഇഡിയംസ്, വൺ വേർഡ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇന്ന് ഇത്ര ഓണമുള്ള കുറച്ചേ ഉള്ളൂ. ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. വേർഡ്സ് പക്ഷേ കുറച്ചധികം ഉണ്ട് താനും. അപ്പോൾ നമുക്ക് വേഗം വായിച്ചു വിടാം. ആദ്യത്തെ ഫ്രേസൽ വേർബ് ഇതാണ്, കിക്കിൻ. കിക്കിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കിക്കിൻ ചെയ്യുക, കിക്ക് ഓഫ് അല്ല, കിക്കിൻ ചെയ്യാം. കിക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? കിക്കിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കം ഇൻ ടു എഫക്റ്റ്, പ്രാബല്യത്തിൽ വരിക, ഓർ ഓപ്പറേഷൻ. കം ഇൻ ടു ഓപ്പറേഷൻ അല്ലെങ്കിൽ കം ഇൻ ടു എഫക്റ്റ് എന്നാണ് പറയാട്ടോ. കണ്ടോ, മനസ്സിലായോ? കിക്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കം ഇൻ ടു ഓപ്പറേഷൻ അല്ലെങ്കിൽ കം ഇൻ ടു എഫക്റ്റ്, പ്രാബല്യത്തിൽ വരിക. കറിയോ, കിക്കിൻ ചെയ്തു, ഇന്ന ആരെയും കിക്കിൻ ചെയ്തു എന്ന് പറയും ആ സാധനം. അതുപോലെ നോക്കിയേ, ഫോൾ ഓഫ്. ഫോൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കാം, ഫോൾ ഓഫ് ദ ക്ലിഫ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്ഥലത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, മനസ്സിലായോ? ഡ്രോപ്പ് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ ഫോൾ ഓഫിന് വേറെ അർത്ഥമുണ്ട്, ഡിക്രീസ് ചെയ്യാം. ഒരു കാര്യം നിൽക്കുന്നിടത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, സ്ഥലത്തോട്ട് ഡ്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ, എനിത്തിങ് ഫോൾ ഓഫ്. അല്ലെങ്കിൽ ഡിക്രീസ് എന്നൊരു അർത്ഥമുണ്ട് ഫോൾ ഓഫിന്. 2 അർത്ഥമുണ്ട്, ഓർത്ത് വെച്ചോണം. ആൻഡ് മൂന്നാമത്തെ അർത്ഥം നോക്കിയേ, മൂന്നാമത്തെ ഫ്രേസൽ വേർബ് നോക്കിയേ, പിക്കപ്പ്. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട് അല്ലേ? പിക്കപ്പിനും 2 അർത്ഥമുണ്ട്. എന്താണ് പിക്കപ്പിൻ്റെ അർത്ഥം? ഒന്ന്, ലിഫ്റ്റ് ചെയ്യുക. ഒരു കാര്യം നമ്മളൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് പൊക്കുക, ക്യാരി ചെയ്യുക, അതിനെ ലിഫ്റ്റ് ചെയ്യുക, അതിനെയാണ് പിക്കപ്പ് ചെയ്യുക. ഒന്ന് അല്ലേ, പിക്കപ്സ്. എന്തിനാണ് നമ്മൾ പിക്കപ്സ് ഉപയോഗിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പിക്കപ്പുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിനു വേണ്ടി, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ നമ്മൾ പറയാറുണ്ട്, വേറൊന്നോട് പറയാറുണ്ട് അല്ലേ, ഐ വിൽ പിക്ക് യു അപ്പ് ഫ്രം ദ സ്കൂൾ. നിന്നെ സ്കൂളിൽ നിന്ന് ഞാൻ പിക്കപ്പ് ചെയ്തോളാം, ഞാൻ നിന്നെ പിക്ക് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് അവനെ എയർപോർട്ടിൽ പോയി ഒന്ന് പിക്ക് ചെയ്യാമോ, അവനെ ഒന്ന് എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യാമോ എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ പിക്കപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫെച്ച് ചെയ്യുക. ഒരാളെ നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരിക, കളക്ട് ചെയ്യുക എന്നൊക്കെയാണ്. ഫെച്ച് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. സോ ഒരാളെ ഐ വിൽ ഫെച്ച് യുവർ ലഗേജ്, ഞാൻ നിൻ്റെ ലഗേജ് ഫെച്ച് ചെയ്യാം. ഫെച്ച് ചെയ്യുന്നത് ക്യാരി, കണ്ടെയ്ൻ, പിന്നെ കളക്ട് ചെയ്യുക, മനസ്സിലായോ? കളക്ട് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, ക്യാരി ചെയ്യുക. നമ്മൾ ഉയർത്തി ക്യാരി ചെയ്യുന്നതിന് ലിഫ്റ്റ് എന്ന് പറയും. സോ ഓർത്തോളം 2 അർത്ഥമുണ്ട് നമ്മുടെ പിക്കപ്പിന്. അപ്പോൾ നമ്മൾ പിക്കപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സാധനം അതെടുത്ത് കൊണ്ടുപോയി ഇതിൽ വെച്ച് അതുകൊണ്ട് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നടക്കുക. ദാറ്റ്സ് ഇറ്റ്, അതാണ് പിക്കപ്പ്. അത് ഓർത്താൽ മതി. അടുത്തത് ഒരു ഫ്രേസാണ്. ഒരു ഫ്രേസ്, ഇറ്റ്സ് ഓയിങ് ടു. കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും ഓയിങ് ടു എന്ന്. ഓയിങ് ടു ഡിസീസ്, ഓയിങ് ടു ഇൽനെസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്രേസൽ വേർബാണ്, ഫ്രേസാണ്, ഫ്രേസൽ വേർബ് അല്ല, ഫ്രേസാണ്. ഇറ്റ്സ് എ പ്രിപ്പോസിഷണൽ ഫ്രേസ്. അപ്പോൾ ഓയിങ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബിക്കോസ് ഓഫ് എന്നാണ്. ബിക്കോസ് ഓഫ്, കാരണത്താൽ, ഇത് കാരണത്താൽ. ബിക്കോസ് എന്ന് പറയുന്ന കൺജങ്ഷൻ ആണ്, പക്ഷേ ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അപ്പോൾ പ്രിപ്പോസിഷണൽ ഫ്രേസിൻ്റെ പ്രത്യേകത എന്താ? അതിനുശേഷം എപ്പോഴും ഒബ്ജക്റ്റ് ആയിരിക്കും വരിക അല്ലേ? ഓയിങ് ടു ഡിസീസ്, ഓയിങ് ടു ബിക്കോസ് ഓഫ് ഇൽനെസ്, ബിക്കോസ് ഓഫ് ലേറ്റ് അറൈവൽ, ഓയിങ് ടു ലേറ്റ് അറൈവൽ, അങ്ങനെയൊക്കെ പറയില്ലേ? ഓയിങ് ടു ഡെഫിഷ്യൻസി ഓഫ് ഫുഡ്, അങ്ങനെയൊക്കെ പറയില്ലേ? ബിക്കോസ് ഓഫ് പോവർട്ടി എന്നൊക്കെ പറയുന്ന ആ സാധനം ഓർത്താൽ മതി. ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഇതിനതേ അർത്ഥം ഓൺ അക്കൗണ്ട് ഓഫ് എന്നൊക്കെയാണ് ഓയിങ് ടു എന്ന വാക്കിൻ്റെ അർത്ഥം, ഓർത്ത് വെച്ചോണം. അടുത്ത ടേൺ ഔട്ട്. ടേൺ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ
ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ, ഇങ്ങനെയൊരു രീതിയിലായിത്തീരുക. എസ്പെഷ്യലി എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രീതിയിലാട്ടോ. ഇന്നൊരു രീതിയിലായി ഒരു പെർട്ടിക്കുലർ ആയ രീതിയിൽ സംഭവിക്കുക. ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ ഓർ ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട്. ഇപ്പം രണ്ട് രീതിയിൽ പറയാം, സെയിം മീനിങ് തന്നെയാണ്. ഇന്നൊരു രീതിയിൽ നടക്കുക, ഒരു കാര്യം സംഭവിക്കുക, ഓർ ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട്, പ്രത്യേക ഒരു റിസൾട്ട് വരാണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ റിസൾട്ടിൻ്റെ പെർട്ടിക്കുലർ വേ, ഒരു പെർട്ടിക്കുലർ വേയിൽ റിസൾട്ട് ചെയ്യുക ഓർ ഹാപ്പൻ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്താ പറയുക ടേൺ ഔട്ട് എന്ന് പറയുക കേട്ടോ. വളരെ സിമ്പിൾ. ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട് അല്ലെങ്കിൽ ഹാപ്പൻ ഓർ റിസൾട്ട് ഇൻ എ പെർട്ടിക്കുലർ വേ, അതിനെയാണ് നമ്മൾ ടേൺ ഔട്ട് എന്ന് പറയാം. ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതല്ല, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ടേൺ ഔട്ട് എന്ന് പറയുന്നത്. ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഉഷാറാണല്ലോ എല്ലാവരും. അടുത്ത് നോക്കിയേ. യെസ്, ഗുഡ് മോർണിംഗ് എവറി വൺ. ഡിമോണിറ്റൈസേഷൻ kicked in soon after payment of debt. All right, that's it. Okay, yes. അടുത്ത് നോക്കിയേ, കം ഇൻ കോൺടാക്ട് വിത്ത്. ഇന്ന് നമ്മുടെ മങ്കി പോക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കം ഇൻ കോൺടാക്ട് വിത്ത് വന്നത് കേട്ടോ. അപ്പോൾ കം ഇൻ കോൺടാക്ട് വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടർത്ഥമുണ്ട്. ഒന്നെങ്കിൽ മീറ്റ് സംബഡി, ഒരാളെ മീറ്റ് ചെയ്യുക. കം ഇൻ കോൺടാക്ട് വിത്ത് എ പേഴ്സൺ. ഐ ഡോണ്ട് കം ഇൻ കോൺടാക്ട് വിത്ത് സച്ച് എ പേഴ്സൺ. ഐ ഡോണ്ട് റിമെമ്പർ കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് സച്ച് എ പേഴ്സൺ. അങ്ങനെ ഒരു പേഴ്സണുമായിട്ട് കോൺടാക്റ്റിൽ വന്നാൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കം ഇൻ കോൺടാക്ട് വിത്ത് വേറെ അർത്ഥമുണ്ട്, എക്സ്പീരിയൻസ് സംതിങ്. നമ്മൾ എന്താ പറയുക, കോവിഡൊക്കെ വന്നപ്പോഴേ ഡിഡ് യു കം ഇൻ കോൺടാക്ട് വിത്ത് എന്തെങ്കിലും വൈറസ് മ്യൂട്ടേഷൻ, അങ്ങനെ എന്തെങ്കിലും സംതിങ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ ചോദിക്കുക. അലർജിക് തിങ്സ് ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഇതിന് കോൺടാക്ട് ചെയ്തായിരുന്നു, ഇനിയായിട്ട് എന്തെങ്കിലും കഴിഞ്ഞ ദിവസം എന്താ കഴിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കില്ല. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന കം ഇൻ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മീറ്റ് സംബഡി ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. അതിനാണ് കം ഇൻ കോൺടാക്ട് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ, രണ്ട് മീനിങ് കൊണ്ട് രണ്ട് ഓർത്തിരിക്കുക. അടുത്തത് എൻഡമിക്. നമ്മൾ പാൻഡമിക് ഒരുപാട് നാളെ കേൾക്കുന്നു, പാൻഡമിക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൻഡമിക്കും എൻഡമിക്കും നമ്മൾ ചെറിയ വ്യത്യാസമുള്ളൂ. പാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓൾ, ഗ്ലോബലി എന്നാണ്. അപ്പോൾ പാൻഡമിക് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഗ്ലോബലി എല്ലാവരും ടുഗെദർ കംപ്ലീറ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്, അത് നമ്മൾ പാൻഡമിക് എന്ന് പറയാം. പക്ഷെ എൻഡമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻഡമിക്കിൻ്റെ രോഗം. നമ്മൾ പറയില്ല ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള രോഗത്തെ നമ്മൾ പറയും എൻഡമിക് ആണെന്ന്. ഇറ്റ്സ് എൻ എൻഡമിക്, ദാറ്റ്സ് എ പാൻഡമിക് എന്ന് പറയും. കോവിഡ് ഇസ് എ പാൻഡമിക്. പക്ഷെ പണ്ട് പ്ലേഗ് ബാധിച്ചു എന്ന് പറയുന്നത് അതൊരു എൻഡമിക്, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ്, അങ്ങനെയാണ്. പക്ഷേ പാൻഡമിക് ആണ് കോവിഡ് എന്ന് പറയുന്നത്. ആകെപ്പാടെ പാൻഡമിക് എന്ന് പറയുന്നത് എല്ലാവരും ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് കോവിഡാണ്. ഇപ്പം മങ്കി പോക്സിന് പറയുമ്പോൾ അതൊരു എൻഡമിക് ആയിട്ടാണ് പറയുന്നത്. ഇതുവരെ എൻഡമിക് ആണ്, ഇനി എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എൻ എൻഡമിക് ആണ് പറയുന്നത്. എൻഡമിക് എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്തും ആകാം, എനിത്തിങ് ക്യാൻ ബി. എൻഡമിക് എന്ന് പറഞ്ഞാൽ എനിത്തിങ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ നൗൺ ആയിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാലോ. പാൻഡമിക്, എൻഡമിക്, അത് പെർട്ടിക്കുലർ ഡിസീസ് കേട്ടോ, പെർട്ടിക്കുലർ ഡിസീസിനെ പറയാം. അപ്പോൾ എൻഡമിക് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവൽ എക്സ്പ്രഷനിൽ ബിലോങ്ങിങ് ഓർ നേറ്റീവ് ടു എ പെർട്ടിക്കുലർ പീപ്പിൾ, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കൺട്രിക്ക് നമ്മളെന്താ പറയുക ബിലോങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ളത്, അതിന് നമ്മൾ എൻഡമിക് എന്ന് പറയും. കാര്യം എൻഡമിക് സ്പീഷീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എൻഡമിക് സ്പീഷീസ്, എൻഡമിക് പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ പറയുന്ന ഒരു പ്രത്യേക ഏരിയയിൽ പ്രത്യേക ആൾക്കാരിൽ ബിലോങ് ചെയ്യുന്ന കുറച്ച് കാര്യം എന്തോ ആയിക്കോട്ടെ, അതിനാണ് എൻഡമിക് എന്ന് പറയാം. കാര്യം കത്തി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ, ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് എൻഡമിക്. ലെറ്റ്സ് സീ. ഓക്കെ, ആസ് മൺസൂൺ പിക്സ് അപ്പ് ദ പേസ്, the demand of peak power in India drops to 12.5. Great. Owing to health issues, she took leave for some days. That's great. The COVID-19 restrictions turn out to fall. Okay, പറയാം. Turn out to fall off affected persons. Drop affected persons, okay? As India sees surge in COVID-19 cases, fresh curbs will kick in. All right. Yes. He is under the radar of police, but be careful while... Careful spelling is CARE. While you come in contact with him. All right. Great. Okay. Yes. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് കം ഇൻ കോൺടാക്ട് വിത്ത്, ടേൺ ഔട്ട്, ഓയിങ് ടു അല്ലേ, പിക്കപ്പും ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള, ഫോൾ ഓഫ്, കിക്ക് ഇൻ
എല്ലാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം തന്നെ നമ്മൾ നേരത്തെ പരിചയമുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. സോ മറക്കണ്ട, കിക്ക് ഇൻ, ഫോൾ ഓഫ്, പിക്ക് അപ്പ്, ഓവിങ് ടു, ടേൺ ഔട്ട് ആൻഡ് കം ഇൻ കോൺടാക്ട് വിത്ത്, കൂടാതെ എൻഡമിക്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. ടേക്ക് എ സ്ക്രീൻഷോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്യാത്തവരിപ്പം. അപ്പോൾ ലെറ്റ്സ് മൂവ് നമ്മുടെ മറ്റ് വേർഡ്സിലോട്ട് പോകാം. സിനോണിംസ്, ആൻറ്റണിംസ്, വൺ വേർഡ്സിലോട്ടൊക്കെ പോകാം. അപ്പോൾ നമുക്കറിയാം 17% ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കോഴ്സിൽ സുപ്രീം കോർട്ട് അസിസ്റ്റൻ്റ് ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത്, കഴിഞ്ഞ ദിവസം അല്ല, ഇന്ന് 16 ഉള്ളൂ. അപ്പോൾ 2 ദിവസമായുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കും 5 മണിക്കും 8 മണിക്കും ഇങ്ങനെ 3 ക്ലാസ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഈ സുപ്രീം കോർട്ട് അസിസ്റ്റൻ്റ് ടോപ്പേഴ്സ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്യുക. കാര്യം 210 വേക്കൻസി ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണുമല്ലോ അല്ലേ, കഴിഞ്ഞ 10-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്ലൈ ചെയ്തവർ വരെ കോഴ്സ് ജോയിൻ ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കമ്പ്യൂട്ടറുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ GK ഉണ്ട്. 3400 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസും ഇ ബുക്കും എല്ലാം കൂടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, ഒബ്ജക്റ്റീവ് പേപ്പറും ഉണ്ട്. അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനെ പറ്റി പറയും, ഞാൻ വാദോരാതെ സംസാരിക്കും. കാര്യം ഞാൻ പറഞ്ഞു, ഇത്തവണ അടിപൊളി വേക്കൻസീസ് ആണ്, ഒരുപാട് വേക്കൻസീസ് എല്ലാ എക്സാമിനും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ SSC ആയിക്കോട്ടെ, ബീറ്റ് സുപ്രീം കോർട്ട് അസിസ്റ്റൻറ്റ് ഓർ റെയിൽവേ, ഏതായാലും അതിനെല്ലാം ഇത്തവണ നല്ല വേക്കൻസി ഉണ്ട്. SSCക്ക് പ്രത്യേകിച്ച് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 70,000+ വേക്കൻസീസ്. അപ്പോൾ SSC ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, CHSL, MTS ആയിക്കോട്ടെ, ഏതായാലും കേട്ടോ, അതിലെല്ലാത്തിനും വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അതിനുവേണ്ടി ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി കോഴ്സാണ്, 5 മാസത്തെ കോഴ്സാണ്. 3 മണിക്കും 6:30ക്കുമാണ് 2 ക്ലാസ്സുകളാണുള്ളത്. പക്ഷേ എല്ലാ ദിവസവും ഇല്ല, മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ്. ആരാ ജോയിൻ ചെയ്യുക. കാര്യം 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും, വളരെ അഫോർഡബിൾ റേറ്റിൽ, ആൻഡ് നല്ല കോച്ചിങ് കിട്ടും കേട്ടോ. അപ്പോൾ മറക്കേണ്ടത്. ലെറ്റ്സ് മൂവ് ടു ദ വേർഡ്സ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വേർഡ് ഇതാണ്, ഡെഫിസിറ്റ്. ഇന്ന് ടൈറ്റിൽ തന്നെ ഡെഫിസിറ്റാണ്. ഡെഫിസിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷോർട്ടേജ് അല്ലെങ്കിൽ ഷോർട്ട് ഫോൾ ഓർ അണ്ടർ സപ്ലൈ, ഡെഫിഷ്യൻസി എന്നൊക്കെ നമ്മൾ പറയും. ഡെഫിസിറ്റ്, ടാക്സ് ഡെഫിസിറ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതാണ് ഈ ഡെഫിസിറ്റ് എന്നത് കേട്ടോ. നോക്കാം. ഷീ ഓവ്ഡ് ഹെർ സക്സസ് ടു ഹെർ ഫാദർ. ചിപ്പി, ആ ഓ വേറെയാണ്. ഓവിങ് ടു എന്ന് പറയുന്നത് ഫ്രേസൽ, അതൊരു ഫ്രേസാണ്, പ്രൊപ്പോസൽ ഫ്രേസാണ്. ബട്ട് ഓ എന്ന് പറയുന്നത് കടപ്പെട്ടിരിക്കുക, അത് വേറെയാണ്. ഇപ്പം ചിപ്പി പറഞ്ഞ കറക്റ്റ് സെൻറ്റൻസ് ആണ്, പക്ഷേ ആ ഓ വേറെയാണ്. അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഓവിങ് ടു ബിൽ ഗേറ്റ്സ് ഡൊണേഷൻ ഓഫ് അസറ്റ്സ്, ഗൗതം അദാനി പിക്സ് അപ്പ് ടു ദി 4th പൊസിഷൻ ഇൻ ദി ലിസ്റ്റ് ഓഫ് റിച്ചസ്റ്റ് പേഴ്സൺ. ഓൾ റൈറ്റ്, in the list of the richest person. Okay, her success owed to her success is owed to. അവളുടെ സക്സസ് ഓവ് ചെയ്യപ്പെട്ടത് അവളുടെ അച്ഛനോടാണ്. അങ്ങനെ മറ്റേ ഓവിങ് ടു അല്ല ഇത് കേട്ടോ. ഓവിങ് ടു എന്ന് പറയുന്നത് ഓവിങ് ടു തന്നെ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ ഫ്രേസാണ്, അതൊരു മാറ്റമില്ല. ഇറ്റ്സ് എ ഫ്രേസ്, പ്രൊപ്പോസൽ ഫ്രേസ്. ബിക്കോസ് ഓഫ് പറയില്ലേ, അതുപോലെ കേട്ടോ. ഇത് മറ്റേ ഓ ആണ്, കടപ്പെട്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഷമ്മാസെ. അപ്പോൾ ഇന്നലെ നമ്മൾ ക്വിസ് കണ്ടക്ട് ചെയ്യില്ല നമ്മുടെ ക്ലാസ്സിൽ. ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ക്വിസ് കണ്ടക്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ മറ്റു ദിവസത്തെ ക്വിസൊക്കെ മനസ്സിലായല്ലോ. ഇന്ന് നമുക്ക് അടുത്ത ക്വിസ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞാൻ വിട്ടുപോയതല്ല, ഇന്നലെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇനി ആരെങ്കിലും എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഇതാണ്, ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു കേട്ടോ. സിമ്പിളാണ്, പബ്ലിക് ചാനലാണ്, ടെലിഗ്രാം ചാനലാണ്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വേർഡ് നോക്കിയേ, ഫ്രെറ്റ്. ഫ്രെറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇന്ന് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, ഫ്രെറ്റിംഗ് അബൌട്ട് എന്ന് പറഞ്ഞങ്ങനെ പോകും. ഫ്രെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, വറി ചെയ്യുക. ബി ആൻഷ്യസ്, ഒരു കാര്യത്തെപ്പറ്റി ആകെപ്പാട് ആകുലപ്പെടുക, ആഗനൈസ് ചെയ്യുക, ദാറ്റ് ഈസ് ഫ്രെറ്റ് കേട്ടോ. വറി ചെയ്യുക, ആൻഷ്യസ് ആവുക, അഗനൈസ് ആവുക. ആൻഷ്യസ് ഈസ് അഡ്ജക്റ്റീവ് കേട്ടോ. അതുകൊണ്ടാണ് ബി ആൻഷ്യസ് എന്ന് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഓർക്കണ്ട. അടുത്ത് നോക്കിയേ, വാറണ്ട്. വാറണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാറണ്ടി ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഒരു സാധനം മേടിക്കുമ്പോൾ വാറണ്ടി ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? അതിനെയാണ് നമ്മൾ വാറണ്ടിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നെസസിറ്റേറ്റ് ചെയ്യുക എന്ന് പറയും. ആവശ്യം, അത് ഇവിടെ ആവശ്യമാണ്, അത് ജസ്റ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അത് ആവശ്യമാക്കിയെടുക്കുക, നെസസിറ്റേറ്റ് ചെയ്യുക, ആവശ്യമാക്കിയെടുക്കുക കേട്ടോ. അത് നമ്മൾ നമുക്ക് വേണോ, അത് നേടിയെടുക്കുക അങ്ങനെ. അപ്പോൾ അടുത്ത ഗ്യാരണ്ടി ചെയ്യുക, അല്ലെങ്കിൽ അഫേം ചെയ്യുക, ഉറപ്പിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, കൺഫേം ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഗ്യാരണ്ടി ഉറപ്പ് വരുത്തുക, അഫേം ചെയ്യുക, അതിനാണ് വാറണ്ട് എന്ന് പറയും. 2 അർത്ഥമുണ്ട്, 2 അർത്ഥം ഓർത്തിരിക്കുകയാണ്. നോക്കട്ടെ സെൻറ്റൻസ് എന്ന് നോക്കട്ടെ. യെസ്,
റെയിൽവേസിൽ ബി ആണെങ്കിൽ അപ്ലൈ ചെയ്യാലോ. പറ്റും. റെയിൽവേസിൽ പറ്റും, ഒരു പ്രശ്നവുമില്ല പാർവതി. I fret about the health condition of my mother. All right, that's great sentence. He was fret all the way. Owing to salary hasn't. Owing to salary hasn't. Owing to salary hasn't credited എന്ന് പറയത്തില്ല. കാരണം അറിയോ, സാലറി ഹാസൻ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ക്ലോസാ, അത് ഒബ്ജക്റ്റ് അല്ലല്ലോ. നമുക്കൊരു ഒബ്ജക്റ്റ് വന്നാൽ മതി കേട്ടോ ദേവിക. പ്രപ്പോസിഷൻ കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് വരാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലോസ് വരാൻ പാടില്ല. അപ്പോൾ തെറ്റിയില്ലേ? അപ്പോൾ സാലറി എന്ന് പറയുന്നത് അവിടുത്തെ സബ്ജക്റ്റ് അല്ലേ? മനസ്സിലായോ ദേവിക? സാലറി ഹാസൻ ക്രെഡിറ്റഡ് എന്ന് പറയുമ്പോൾ സാലറി അവിടുത്തെ സബ്ജക്റ്റ് അല്ലേ? അതുകൊണ്ട് അവിടെ അതങ്ങനെ വരാൻ പറ്റില്ല. ഹി വാസ് ഫ്രെറ്റ്. ഒരു സെക്കൻഡ്, ഞാൻ ഫ്രെറ്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ഫ്രെറ്റിൻ്റെ V3 എന്താ നോക്കട്ടെ. ഫ്രെറ്റഡ് തന്നെയാണോ എന്ന് എനിക്ക് ഫ്രെറ്റഡ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതാണേ ഫ്രെറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റണമെന്നറിയോ? മേഘ അവിടെ ഐ ഫ്രെറ്റ് അബൌട്ട് ഇല്ലേ? ഐ ഫ്രെറ്റ് അബൌട്ട് അത് പ്രസന്റ് ടെൻസിലല്ലേ ഉപയോഗിച്ചേക്കുന്നത്, അത് കുഴപ്പമില്ല, അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ദേവികയോടാണ് പറയുന്നത്. ദേവിക പറയുമ്പോൾ ഹി വാസ് ഫ്രെറ്റ് അബൌട്ട് അല്ല, ഹി വാസ് ഫ്രെറ്റഡ് അബൌട്ട്. ഹി വാസ് വറീഡ് അബൌട്ട്. ഓക്കെ, ഐ വറി അബൌട്ട് അല്ല, ഹി വാസ് വറീഡ് അബൌട്ട്. ഹി വാസ് വറീഡ് ഓൾ ദ ഡേ owing to his credited അല്ലല്ലോ, it was discrediting salary. Owing to his discrediting salary. discrediting salary എന്ന് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ്, അതാണ് കറക്റ്റ് കേട്ടോ. അതായത് നമുക്കവിടെ ഓവിങ് ടു വന്നിട്ട് പിന്നെ സാലറി ഹാസൻ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ സാലറിയും പിന്നെ ഹാസൻറ്റും ക്രെഡിറ്റഡ് വരുമ്പോൾ ക്രെഡിറ്റഡ് അവിടുത്തെ മെയിൻ വേർബും സാലറി അവിടുത്തെ സബ്ജക്റ്റുമായി. അപ്പോൾ സബ്ജക്റ്റ് വേർബ് കൊണ്ട് അത് ക്ലോസ് ആയി. നമ്മൾ പ്രപ്പോസിഷൻ്റെ കൂടെ ഒരിക്കലും ക്ലോസ് ഇട്ട് കൊടുക്കരുത്. പ്രപ്പോസിഷന് ശേഷം ഒരു ഒബ്ജക്റ്റേ വരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രപ്പോസിഷൻ വന്നാൽ ഒരു പ്രശ്നവുമില്ല. അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹായ് നിധി, ഗുഡ് മോർണിംഗ്. I don't know why master always in deficit in home when it need most. Okay, when it needs most. കേട്ടോ നിമി, I don't know why. I do ഇവിടെ don't know കറക്റ്റ് ആണ്. മാസ്റ്റർ ഓൾവേസ്, മാസ്റ്റർ പ്ലൂറൽ അതെ. പക്ഷെ when പ്ലൂറൽ അല്ല, ഇറ്റ് പ്ലൂറൽ അല്ലല്ലോ. അതുകൊണ്ട് when it needs most. when it needs most കേട്ടോ. ഓക്കെ, വാറണ്ട് മീനിങ് ഇല്ല. ഞാൻ നോക്കിയായിരുന്നു, ചെക്ക് ചെയ്തായിരുന്നു. WARRANT ഉള്ളൂ, WRRENT ഇല്ല. നമുക്കൊന്നുകൂടെ വേണം ചെക്ക് ചെയ്യാം. ഇല്ല, വാറണ്ട് എന്ന വാക്ക് ഇല്ല കേട്ടോ. വാറണ്ട് ഇല്ല, ഇതുള്ളൂ. സ്പെല്ലിങ് ഇതാണ് കറക്റ്റ് കേട്ടോ. സ്പെല്ലിങ് തെറ്റി പോകുന്നതാണ് നമ്മളെ, അതാണ്. ഓക്കെ, യെസ്. ദെൻ ഹായ് ഷിറിൻ, ഗുഡ് മോർണിംഗ്. ഫൈനലി കേരള ഗവൺമെൻറ് ഡ്രീം പ്രോജക്റ്റ് കേരയിൽ ഫോൺ കിക്കൻ പ്രോജക്റ്റ് അല്ലേ? അപ്പം സിംഗുലർ ആണ്, അപ്പം കിക്സ് ഇൻ കൊടുക്കുക കേട്ടോ. പ്രൊജക്റ്റ് സിംഗുലർ ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുന്നത് കിക്ഡ് ഇൻ കൊടുക്കായിരുന്നേ, അല്ലെങ്കിൽ കിക്സ് ഇൻ കൊടുക്കുക കേട്ടോ ഫാത്തിമ. യെസ്. പെസിമിസ്റ്റിക് പീപ്പിൾ ആർ ഓൾവേസ് ഫ്രസ്റ്റ് അബൌട്ട്. ഫ്രസ്റ്റ് അല്ല, ഫ്രെറ്റ് അല്ലേ? പെസിമിസ്റ്റിക് പീപ്പിൾ ആർ ഓൾവേസ് അവിടെ ആറ് വേണ്ട കേട്ടോ. ആറ് വറീഡ് അബൌട്ട് നമ്മൾ കൊടുക്കും, പക്ഷേ ഇത് വേണ്ട, വറീഡ് അബൌട്ട് മതി. അപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കണം, ആറ് അവിടെ വേണ്ട, നിമിങ്ങനെ കൊടുത്താൽ മതി. പെസിമിസ്റ്റിക് പീപ്പിൾ ഓൾവേസ് ഫ്രെറ്റ് അബൌട്ട്. പെസിമിസ്റ്റിക് പീപ്പിൾ ആറ് വേണ്ട, വേറെ കൊടുത്തു. ഓൾവേസ് ഫ്രെറ്റ് അബൌട്ട് ദ സില്ലി മാറ്റേഴ്സ്. ദ സില്ലി മാറ്റേഴ്സ് വേണ്ട, അബൌട്ട് സില്ലി മാറ്റേഴ്സ്, വെറും സില്ലി മാറ്റേഴ്സ് ദ വേണ്ട അവിടെ കേട്ടോ. ഇത് അവിടെ അനാവശ്യമാണ്. ഓവിങ് ടു അബ്സിമൽ സിറ്റുവേഷൻ ഇൻ ശ്രീലങ്ക ദർ ഇസ് എ ഡെഫിസിറ്റ് ഇൻ എസെൻഷ്യൽ തിങ്സ്. ഗ്രേറ്റ്. VIP's properties are encompassed by security. Great. The deficit incurred after the finalization of accounts was covered up by reserves they maintained. Great. Europe frets over reduced gas supplies from Russia. All right. ഫ്രെറ്റിന് ശേഷം ഓവർ പറയില്ല, അബൌട്ട് ആണ്. വറീഡ് കൂടെ അബൌട്ട് അല്ലേ, ഫിക്സഡ് പ്രപ്പോസിഷൻ ആണ് വേണ്ട കേട്ടോ. അവിടെ ഫിക്സഡ് പ്രപ്പോസിഷൻ കൊടുക്കണം, അബൌട്ട്. ഓക്കെ, ഓവർ പറ്റില്ല. നമ്മൾ ഞാനത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ്ങിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എൻ്റെ കൂടെ അബൌട്ടാണ് കൊടുക്കുക, ഫ്രെറ്റിൻ്റെ കൂടെ കേട്ടോ. ഫ്രെറ്റിൻ്റെ കൂടെ അബൌട്ട് അല്ലാതെ നിങ്ങൾ ഓവർ കാണുന്നുണ്ടെങ്കിൽ അത് നൗണായിട്ട് വരുമ്പോഴാണ്. പക്ഷെ അത് ബ്രിട്ടീഷ് യൂസേജ് ആണ്. ഫ്രെറ്റിന് നമുക്ക് നൗണായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ബ്രിട്ടീഷ്
യൂസേജിൽ നൗണായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എ സ്റ്റേറ്റ് ഓഫ് ആൻസൈറ്റി എന്ന അർത്ഥത്തിൽ. അതായത് ഫ്രെറ്റിനെ ബ്രിട്ടീഷ് യൂസേജിൽ നമുക്ക് നൗണായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ. ഇതിൻ്റെ മീനിങ് ഇതാണ്, ആൻസൈറ്റി. അല്ലാത്തൊരു ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ല, ആൻസൈറ്റി. അപ്പോൾ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അടുത്ത് നോക്കിയേ, എൻകംപാസ്. അത് ബ്രിട്ടീഷ് യൂസേജ് ആണ്. അതാണ് ഡിഫറൻസ്. ബ്രിട്ടീഷ് യൂസേജ് നമുക്ക് ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ല കേട്ടോ. സ്റ്റേറ്റ് ഓഫ് ആൻസൈറ്റി തന്നെയാണ് ഫ്രെറ്റ് എന്ന് പറയാം. എൻകംപാസ് എന്ന് പറഞ്ഞാൽ എൻസർക്കിൾ ചെയ്യുക, എൻക്ലോസ് ചെയ്യുക, സറൗണ്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. എൻകംപാസ് ചെയ്യുക, കംപ്ലീറ്റ്ലി എൻസർക്കിൾ ചെയ്യാം, ദാറ്റ്സ് ഇറ്റ്. സാൻഗ്വിൻ അറിയാലോ. സാൻഗ്വിൻ എന്ന വാക്ക് അഡ്ജക്റ്റീവാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള, ബുള്ളിഷ് ആയിട്ടുള്ള. ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അസേർട്ടീവ് ആയിട്ടുള്ള, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള, അതാണ് അർത്ഥം. അല്ലെങ്കിൽ ഇതിന് തന്നെ വേറൊരു അർത്ഥമുണ്ട്, വേറൊരു വാക്കുണ്ട്, ഹോപ്പ്ഫുൾ, വളരെ പ്രതീക്ഷയോടെ, അല്ലേ, പോസിറ്റീവ്, ഓപ്റ്റിമിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയല്ലേ. അപ്പോൾ ഈ വേർഡുകൾ ഏത് എഴുതിയാലും കറക്റ്റാണ് സാൻഗ്വിൻ എന്ന വാക്ക്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ എപ്പോഴും കൊടുക്കുക ഒപ്റ്റിമിസ്റ്റിക്കിനായിരിക്കും, അല്ലേ, അത് ഓർത്താൽ മതി. ദാറ്റ് ഈസ് സാൻഗ്വിൻ. ഒപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവ്, ബുള്ളിഷ് അല്ലെങ്കിൽ ഹോപ്പ്ഫുൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ് നമ്മൾ സാൻഗ്വിൻ എന്ന് പറയാം. അത് ഓർത്തോണം കേട്ടോ, അത് മറക്കണ്ട. ആൻഡ് ലെറ്റ് മീ റീഡ് അഗൈൻ. നമുക്കിനി നമ്മുടെ സെൻറ്റൻസുകളിലോട്ട് പോകണം. യെസ്. The governor of a state shall be appointed by the president by warrant under his hand and seal. All right. Okay. She is fret about her future. All right. She is fret about വരില്ല, fret about വരില്ല. She frets about. കേട്ടോ, അതില്ല. She frets about. She worries about. She is worried about. അതാണ് ഉദ്ദേശിക്കുന്നത്, പാസിവൈസേഷൻ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഷീ ഈസ് ഫ്രെറ്റഡ് അബൌട്ട് എന്ന് പറയും, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പാസീവ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ആരും അവളെ വറി ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി, ഷീ വറീസ് അബൌട്ട്, ഷീ ഫ്രെറ്റ്സ് അബൌട്ട് എന്ന് കൊടുത്താൽ മതി കേട്ടോ. യെസ്റ്റർഡേ റിൻറ്റു മാം സ്വാംഡ് വിത്ത് ഹെർ ക്ലാസ്സസ് ടേൺഡ് ഇൻ ടു ദ കിക്കിൻ ഓഫ് ഡെയിലി ക്വിസ്. അല്ല, കിക്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കം ഇൻ ടു ഓപ്പറേഷൻ എന്നല്ല അർത്ഥം. അപ്പോൾ അങ്ങനെ വന്നില്ലല്ലോ, ഞാൻ ക്വിസ് കണ്ടക്ട് ചെയ്തില്ലല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, കിക്കിൻ പറ്റില്ല. യെസ്റ്റർഡേ റിൻറ്റു മാം വാസ് സ്വാംഡ് വിത്ത്, ഇങ്ങനെ കേട്ടോ, വാസ്, ഞാൻ സ്വാംഡ് അപ്പ് ആയിരുന്നു, വിത്ത് ഹെർ ക്ലാസ്സസ് എന്ന് പറയാം. Which turned out to be her എന്താണ്, ഞാൻ തന്നില്ല, ക്വിസ് തന്നില്ലെന്നല്ലേ. അപ്പോൾ അതിൽ ക്വിക്കിൻ പറയാൻ പറ്റില്ല. ക്വിക്കിൻ മീൻസ് പോസിറ്റീവ് മീനിങ് ആണ്. ഞാനത് ഒരു കാര്യം പ്രാബല്യത്തിൽ വന്നു എന്നാണ്, അത് ക്വിസ് പ്രാബല്യത്തിൽ വന്നില്ല ഇന്നലെ, അതുകൊണ്ട് പറ്റില്ല. ഇറ്റ് മീൻസ് ഗുഡ് മോർണിംഗ്, ബി എ സാങ്ക്വിൻ ഡിയർ. ഓൾറൈറ്റ്. ബി എ സാങ്ക്വിനോ, അടിപൊളി. സാങ്ക്വിൻ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. ചിപ്പി, അടി. ബി സാങ്ക്വിൻ ഡിയർ, ബി പോസിറ്റീവ് ഡിയർ പറഞ്ഞാൽ മതി. ആ എ അങ്ങ് വെട്ടിക്കള കേട്ടോ. We should warrant the fund with the view of her fretting, of her worry, okay, about deficit of fund. All right. I'm encompassing by some good people. All right, great. That's great. Barcelona fans, B capital Rahule, B capital, are fretting about the club after hearing the transfer news of Messi. Yes, Messi M capital. We should encompass ourselves by sanguine and supportive people. People, not peoples. People. കേട്ടോ, ഐശ്വര്യ, people. Parents refrain the children coming to contact. Refrain the children. ഷമാസേ, refrain കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? എന്തോ ഒരു സാധനം മിസ്സിംഗ് ആണല്ലോ. Parents refrain the children from coming to contact with Chobra spoiled brats. അത് ഇന്നലത്തെ നമ്മുടെ വാക്കാണല്ലോടാ. As they were fret about their future. As they fret about മതി. As they fretted about. As they worried about. As they fretted about. അല്ലെങ്കിൽ as they fret about. Just as they അവരല്ലേ, they അല്ലേ, fret about മതി. Every class of Adda247 starts with a sanguine quote. Yes, it is. We should be sanguine and confident before stepping into a new venture. Yes, we should. Army encompass the terrorists. Okay. There are many problems encompasses. There are many problems encompass her. ആ encompass വീണ്ടും അവിടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ വന്നാൽ എന്ത് വരും? There are many problems which encompass her അല്ലേ വരിക? അപ്പോൾ അവിടെ encompasses കൊടുക്കാൻ പറ്റില്ല ജിപ്പി. encompass സിംഗുലർ അല്ല, പ്ലൂറൽ. എന്ത് പറ്റി ഇന്ന്? ചെറിയൊരു എണീറ്റതിൻ്റെ വല്ലതും മാറിപ്പോയോ? എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ഇന്ന്. കംപ്ലീറ്റ്ലി ഒരു ചെറിയൊരു മിസ്റ്റേക്സ് ആണല്ലോ. ഷീ ഹാസ് എ സാങ്ക്വിൻ നേച്ചർ. ഗ്രേറ്റ്. ഹീസ് എ സാങ്ക്വിൻ ഗായ് ഇൻ അവർ ഗാങ്. ദാറ്റ്സ് ഗ്രേറ്റ്. Don't fret about past while future is in your hand. Great. That's great. Yes. രാഹുൽ പറഞ്ഞു എന്താ നമ്മുടെ ഷമാസ് എന്താ മിസ്സിങ് എന്ന്, അല്ലേ? രാഹുലെ കൊള്ളാം.
അടുത്ത സെറ്റിലോട്ട് പോകുമ്പോൾ പിള്ളേരെ നെക്സ്റ്റ് സെറ്റ് ഇസ് സബ്സൈഡ്. എന്താണ് സബ്സൈഡ് ചെയ്യുക? സബ്സൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസൺ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഇന്നലെ അപ്ഡേറ്റിൻ്റെ മീനിങ് സബ്സൈഡ് പഠിച്ചില്ലേ? അതാണ് സബ്സൈഡ് എന്ന് പറഞ്ഞാൽ ലെസൺ ചെയ്യുക. ഇന്നലെ പഠിച്ചു കേട്ടോ. അപ്ഡേറ്റിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു, ലെസൺ ചെയ്യാന്നാണ്, സബ്സൈഡ് ചെയ്യാന്നാണെന്ന് പറഞ്ഞു. അതിന് വേറൊരു ഫ്രേസിൽ വേർബ് ഓർത്ത് വെച്ചോളൂ, ലെറ്റപ്പ്. ലെറ്റപ്പ് ചെയ്യുന്ന നമ്മളൊരു കാര്യം ലെസൺ ചെയ്യുക, കുറയ്ക്കാം, ഇൻറ്റൻസിറ്റി കുറയ്ക്കാം, അതിനെയാണ് ലെസൺ ചെയ്യുക പറയുക. സോ ലെസൺ ചെയ്യുക എന്നാണ് ലെറ്റപ്പിൻ്റെ അർത്ഥം. അപ്പോൾ ലെസൺ, അപ്ഡേറ്റ്, ലെറ്റപ്പ്, സബ്സൈഡ് എന്നൊക്കെ അർത്ഥം. വേറെ സബ്സൈഡ് ഒരു അർത്ഥത്തോട് റെസീഡ് ചെയ്യുക, ഫ്ലോ കുറയ്ക്കില്ല, ഒരു കാര്യം ബാക്കോട്ട് വരിക എന്നല്ലേ, എബ് ചെയ്യുക, അങ്ങനെയും സബ്സൈഡിനുണ്ട്. എപ്പോഴും ഫ്ലഡിൻ്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ സബ്സൈഡ് ചെയ്യുന്നു, അപ്പോൾ റെയിൻഫോൾ സബ്സൈഡ്സ് എന്നൊക്കെ പറയും, അതിൻ്റെ ഫ്ലോ കുറഞ്ഞു എന്നുള്ള രീതിയിൽ പറയും. അതാണ് സബ്സൈഡ്, ഓർത്തോളൂ. ദാറ്റ് ഇസ് സബ്സൈഡ്. അടുത്ത കോഷ്യസ്. കോഷ്യസ് എന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അറിയാം കോഷ്യസിൻ്റെ നൗൺ ഫോർമുലേഷൻ കോഷൻ. കോഷൻ നൗൺ ആണ്. അപ്പോൾ കോഷൻ അവെയർനെസ്, കെയർഫുൾനെസ് ഒക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ കോഷൻ എന്ന് പറയാം. വെയർനെസ് ഒക്കെ പറയും. അപ്പോൾ കോഷ്യസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ, വെയറി, അവെയർ, ഹീഡ്ഫുൾ. അറ്റൻഷൻ, ഹീഡ് എന്നല്ല പറഞ്ഞു അറ്റൻഷൻ ആണ്. അപ്പോൾ ഹീഡ്ഫുൾ എന്ന് പറഞ്ഞാൽ അറ്റൻറ്റീവ്. അപ്പോൾ അല്ലേ, അറ്റൻറ്റീവ് ആണ്, ഓർത്തോണം. കെയർഫുൾ, വെരി, അവെയർ, അറ്റൻറ്റീവ് ഓർ ഹീഡ്ഫുൾ എന്നുള്ള കാര്യം ഓർത്തോണം. കോഷ്യസ്. അടുത്തത് ഇംപെൻഡിങ്. നമ്മളെന്നും മീനിങ് ആയിട്ട് പഠിക്കുന്ന വാക്കാണ് ഇംപെൻഡിങ്. ഇമിനൻ്റ് എന്ന വാക്കിൻ്റെ മീനിങ് ഓർമ്മയിലെ, ഇമിനൻ്റ് എന്ന വാക്കിൻ്റെ മീനിങ് ഇംപെൻഡിങ്, വരാൻ പോകുന്ന, ഫോർത്ത് കമ്മിങ്, അപ്രോച്ചിങ് അല്ലേ. ഇംപെൻഡിങ് മൺസൂൺ എന്നൊക്കെ നമ്മൾ നേരത്തെ പറയുമായിരുന്നു, പക്ഷേ ഇപ്പം മൺസൂൺ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇംപെൻഡിങ് മൺസൂൺ അല്ല. ഇംപെൻഡിങ് വിൻറ്റർ എന്ന് പറയാം. വിൻറ്റർ ഈസ് ഇംപെൻഡിങ് അല്ലേ, വിൻറ്റർ ഈസ് കമ്മിങ്, വിൻറ്റർ ഈസ് ഇമിനൻ്റ്, വിൻറ്റർ ഈസ് ഇംപെൻഡിങ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അടുത്ത മാർ. വേർബാണേ മാർ, MAR, മാർ. എന്നാൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് അനദർ വേർഡ്. വേറൊരു വേർഡ് ഉണ്ട്, അത് വെച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. മാർ എന്ന് പറയുമ്പോൾ ഈ ഒരു മാറൂടെ ഉണ്ട്, MAAR മാറുണ്ട്. ഇതൊരു നൗൺ ഫോർമുലേഷൻ മാറാണേ. കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പ്രദേശത്തിലേക്ക് വെള്ളം വന്നിങ്ങനെ കയറി, ലേക്കിൽ ഒക്കെ വെള്ളം ഓവർഫ്ലോ ചെയ്യുമ്പോൾ അത് വന്നിങ്ങനെ കയറി ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ തടം കെട്ടി നിൽക്കില്ലേ, അതിന് മാറെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയില്ല, അതിന് നമ്മൾ മാറെന്ന് പറയും കേട്ടോ. എല്ലായിടത്തും അല്ല, ഇങ്ങനെ എന്തെങ്കിലും ഓവർഫ്ലോ ചെയ്ത് വന്നിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത്, തടം കെട്ടി നിൽക്കുക പറയാം അവിടെ. എസ്പെഷ്യലി നമ്മൾ ഈ വോൾക്കാനിക് ഇറപ്ഷനൊക്കെ നടക്കുമ്പോഴേ ആ ലാവ വന്നിങ്ങനെ കിടക്കുന്ന പ്രതലമില്ലേ, അതിനൊക്കെ മാറെന്ന് പറയും. ആ ലാവ വന്ന് കിടക്കുന്നത് അങ്ങനെ ഒരു ഇതിൽ വെള്ളം ഓർ ലാവ മെയിൻലി കേട്ടോ, അതിനെയാണ് നമ്മൾ മാർ എന്ന് പറയാം. പക്ഷേ ഈ മാർ, MAR, മാർ ഈസ് എ വേർബ്. അതിൻ്റെ മീനിങ് ഇതാണ്, സ്പോയിൽ, നശിപ്പിച്ചു. ഇംപെയർ, റൂയിൻ, ഡിസ്ഫിഗർ. അറിയാം, നമുക്കറിയാവുന്ന വാക്ക് തന്നെയാണ് ഇംപയർ ഒക്കെ. ഇംപയർ അറിയാലോ, ഇംപയറിൻ്റെ ഓപ്പോസിറ്റ് അറിയാലോ. എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നതാണ്, ഇംപയറിൻ്റെ ഓപ്പോസിറ്റ് ആണ് റിപ്പയർ. ഒരു കാര്യം നന്നാക്കി എടുക്കുക ഈസ് റിപ്പയർ, ഒരു കാര്യം മോശമാക്കി എടുക്കുക ഈസ് ഇംപയർ കേട്ടോ. ഇംപയർ, റിപ്പയർ ഓർത്തോണം. റിപ്പയർ, ഇംപയർ ഓപ്പോസിറ്റ്സ് ആണ്, രണ്ടും ആന്റണിംസ് ആണ്, ഓർത്ത് വെച്ചോളാം. അടുത്ത് സ്ട്രൈഫ്. സ്ട്രൈഫ് എന്ന് പറഞ്ഞാൽ നൗൺ. സ്ട്രൈഫ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട്. ദിസ് ഇസ് സ്ട്രൈഫ് ബിറ്റ്വീൻ ദം. എന്തോ അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ട്. ഫ്രിക്ഷൻ, ചെടാ പോട്ടി. ഡിസ്കോർഡ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ്. ഡിസ്കോർഡ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് എന്നൊക്കെ നമ്മൾ എന്ത് പറയും, സ്ട്രൈഫ് എന്ന നൗണിന് പറയും. സ്ട്രൈഫ് നൗൺ ആണേ മറക്കണ്ട. കോൺഫ്ലിക്ട്, ഫ്രിക്ഷൻ, ഡിസ്കോർഡ്, ഡിസഗ്രിമെന്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. ലെറ്റപ്പിനുണ്ട് ദേവിക. ലെറ്റപ്പിന്റെ ഫസ്റ്റ് വൺ ലെറ്റ് ആണ്, സെക്കൻഡ് വൺ ലെറ്റ് ആണ്, തേർഡ് വൺ ലെറ്റ് ആണ്. ലെറ്റ് എന്ന വേർബ് ഇല്ലേ, ലെറ്റ്, അനുവദിക്കൂ അല്ലേ, എന്താണ്, പെർമിറ്റ്, അലോ എന്നൊക്കെയാണ് മീനിങ്. സംഭവം ലെറ്റ് മീ ഗോ അല്ലേ, ലെറ്റ് മീ ഗോ, എന്നെ പോകാൻ അനുവദിക്കൂ പ്ലീസ്, ലെറ്റ് മീ ഗോ, ഞാൻ പോവാണ്, പൊക്കോട്ടെ, വിൽ യു എന്ന് പറയില്ലേ, അത്. സോ ആ ലെറ്റ് മീ അല്ലെങ്കിൽ ലെറ്റ്, ആ ലെറ്റിൻ്റെ V1 ഉം V2 ഉം V3 ഒക്കെ ലെറ്റ് തന്നെ, അത് മറക്കണ്ട കേട്ടോ. യെസ്, അടുത്ത് നോക്കാം. യെസ്, ഐ ഫ്രെറ്റ് അബൌട്ട് മൈ ഫ്യൂച്ചർ വെൻ എവർ ഐ ലൂസ് ട്രാക്ക് ഓഫ് മൈ സ്റ്റഡി റുട്ടീൻ. ഗ്രേറ്റ് ആണെന്ന് തോന്നുന്നില്ല ചിപ്പി. എന്നോട് ഇടയ്ക്ക് ഞാനിങ്ങനെ എണീറ്റിട്ട് എന്തെങ്കിലും പിച്ചിമ്മയും പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ ചോദിക്കുന്നത്, നീ ഇന്ന് എണീറ്റപ്പോൾ എന്തോ തകരാറുള്ളൂ, ഈ സൈഡിലോട്ടാണോ എണീറ്റ് എന്നൊക്കെ ചോദിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു നാട്ടു ഭാഷയാണത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും എണീറ്റപ്പോൾ ഈ സൈഡ് വല്ലോട്ടാണോ എണീറ്റ്, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. സ്റ്റീഫൻ ഹോക്കിങ്സ് ബ്ലാക്ക് ഹോൾ ഏരിയ തിയറം. തിയറത്തിൻ്റെ സ്പെല്ലിംഗ് ഇതാ, THEOREM, തിയറം. Proved right, gives sanguine what? Sanguine hope, positive hope അല്ലെങ്കിൽ sanguine something. Sanguine എന്ന് പറഞ്ഞാൽ adjective, gives sanguine എന്ന് പറയില്ല. To physics കേട്ടോ. avariciously adverb ആയിട്ട് യൂസ് ചെയ്യില്ല മാം. avaricious adjective ആണെങ്കിൽ ഉറപ്പായിട്ട് avariciously adverb ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ പാർവതി. ഇന്നലെ avaricious നമ്മൾ പഠിച്ചു, adjective ആണ്. അപ്പോൾ avariciously adverb ആണ്. യെസ് ഇറ്റ് ഇസ്. പാർവതി, എബ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ ബാക്കിലോട്ട് ഒരു കാര്യം നമ്മളെ
വെള്ളത്തിൻ്റെ ഫ്ലോ ഇല്ലേ, നമ്മൾ വെള്ളം അങ്ങോട്ട് മുന്നോട്ട് പോവില്ലേ, തിരിച്ചോട്ട് ബാക്ക് വരില്ലേ, റിസീഡ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, തിരിച്ച് റിസീഡ് ചെയ്യില്ലേ, അത് റിസീഡ് ചെയ്യാതെ തന്നെ ഇവിടെ ഉണ്ടല്ലേ, റിസീഡ് എന്നാൽ തിരിച്ചു വരാം മൂവ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണെന്ന് പറയാം, നമ്മൾ തിര കയറിയിട്ട് ഇങ്ങനെ തിരമാല ഈ തിരമാല ഇങ്ങനെ അടിച്ചു കയറി കരയിലോട്ട് വരും, തിരിച്ചു പോകുന്ന ഒരു പ്രോസസ്സില്ലേ, അതിനാണ് എബ് എന്ന് പറയാം. ദാറ്റ് ഈസ് ക്ലിയർ ഐ ഗസ്. റിട്രീറ്റ് ചെയ്യുക, തിരിച്ചു പോവുക, മടങ്ങി പോവുക, ദാറ്റ് ഈസ് എബ് കേട്ടോ. പുറത്ത് വെച്ചോട്ടോ പാർവതി. MM Mani and CM are encompassed by opposition politicians after transgression in statement. Yes. Okay. Scarcity of food in Africa subsides their economic growth. Yes. അത് സത്യമാണ്. Professor has let up his anger during class. Lessen his anger. Great. Okay. Moving on. പഠിച്ചല്ലോ ഇത്, സെറ്റൽ ഇതൊക്കെ. നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സിലോട്ട് പോകാം. curtail. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്ക് തന്നെയാണ് curtail. curtail the freedom, curtail the tax എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. curtail എന്ന് ചുരുക്കുക എന്നാണ് അർത്ഥം. curtail എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഞാനൊരു കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, curtail എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക, റിക്രീസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇമ്പോസിഷൻ, റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുക, ഒരു കാര്യത്തിൽ ഇമ്പോസ് ചെയ്യുക, റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുക, അതായത് റെസ്ട്രിക്ട് ചെയ്യുക ഒരാളെ, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം, ഒരു കാര്യം റെഡ്യൂസ് ചെയ്യാണ്, കട്ട് ചെയ്യാണ്, റിക്രീസ് ചെയ്യണം, അതിനൊക്കെയാണ് curtail എന്ന് പറയാം. ഓർത്തോണം. അല്ല പിള്ളേരെ, ഇഫ് യു ഫീൽ ദിസ് സെഷൻ ഇസ് യൂസ്ഫുൾ, നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ, കാര്യം വേർഡ്സ് ഒക്കെ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ, വേർഡ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ, സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് ദാറ്റ് എബിലിറ്റി, അത് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ, ഞാനത് പറഞ്ഞു തരണം എന്നും. ഇത്ര പേര് ലൈവിലുണ്ടെന്ന് നോക്കിയാൽ, എന്നിട്ട് ലൈക്ക് ഇടുന്ന കണ്ടോ, എന്ത് ദാരിദ്ര്യമല്ലേ പിള്ളേരെ, ഓ ദാരിദ്ര്യം. അടുത്ത് നോക്കിയേ, വിൻഫോൾ. വാട്ട് ഈസ് വിൻഫോൾ? വിൻഫോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് വിൻഫോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കാറ്റടിച്ച് വീഴുന്ന ഒരു ആപ്പിളിനാണ് വിൻഫോൾ എന്ന് പറയാം. ശരിക്കും ലിറ്ററലി നമ്മൾ വിൻഫോൾ എന്താ ചോദിച്ചാൽ, കാറ്റടിച്ച് വീഴുന്ന ആപ്പിളില്ലേ, അത് എന്തോ കാറ്റത്ത് വീണ ആപ്പിളാണ്, അത് നമുക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയ ആപ്പിളാണ്, അതായത് നമ്മൾ പോയി കഷ്ടപ്പെട്ട് പോയി പറിക്കണം വന്നില്ല, അതിങ്ങനെ വീണ് കിട്ടി. നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് ഫ്രണ്ടിൽ ആപ്പിൾ, അയ്യോ രക്ഷപ്പെട്ടു, ഓ ഭാഗ്യം ഒരു ആപ്പിൾ കിട്ടി അല്ലേ, അതാ ഇന്നത്തേക്കുള്ളതായി. അതാണ് നമ്മുടെ കാര്യം, അതാണ് ഈ വിൻഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ വിൻഫോൾ എന്ന് പറഞ്ഞാൽ ബൊണാൻസ അല്ലെങ്കിൽ ജാക്ക് പോട്ട്, അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്താണ്, അതാണ് വിൻഫോൾ. ഓക്കെ, അപ്പോൾ നമ്മളത് ഒരു ഇഡിയം ഡിസ്കസ് ചെയ്തായിരുന്നു, റീപ് ദ വിൻഫോൾ. ഇന്ന് ഇഡിയം അല്ല, ജസ്റ്റ് ദ വേർഡ്, നൗൺ പഠിക്കുന്നു, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അടുത്ത് അൺട്രാവൽ ചെയ്യുക, അൺട്രാവൽ ദ ട്രൂത്ത്, അൺട്രാവൽ ദ മിസ്റ്ററി. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. അൺട്രാവൽ എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് മിസ്റ്ററി എന്ന് പറയണം, കാര്യം എപ്പോഴും അൺട്രാവൽ എന്ന് കേട്ട് അപ്പം അൺട്രാവൽ ദ മിസ്റ്ററി. മിസ്റ്ററി എന്ന് അതിൻ്റെ കുടുക്കഴിയുക, ചുരുളഴിക്കുക അല്ലേ. അൺട്രാവൽ, അൺടാങ്കിൾ, കെട്ടഴിക്കുക, അൺഡൂ ചെയ്യുക, സെയിം മീനിങ്. അല്ലെങ്കിൽ ലിറ്ററലി അതിന് വേറൊരു അർത്ഥം ഉണ്ടല്ലോ, സോൾവ് ചെയ്യുക ഒരു കാര്യം, പസിലിംഗ് സിറ്റുവേഷൻ നമ്മൾ അൺട്രാവൽ ചെയ്യുന്നുണ്ട്, അതിനെന്ത് റിവീൽ ചെയ്യപ്പെടുക, അത് പുറത്തോട്ട് വരണം, സത്യം പുറത്തറിയണം, സോൾവ് ചെയ്യപ്പെടുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് അൺട്രാവൽ. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയേ, ഡിറ്റീരിയോറേറ്റ്. ഡിറ്റീരിയോറേറ്റ് അറിയാലോ, ഡിറ്റീരിയോറേഷൻ എന്ന നൗൺ കേട്ടോ, ഡിറ്റീരിയോറേഷൻ എന്ന നൗൺ. ഡിറ്റീരിയോറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ എന്താ അവസ്ഥ എന്താ, ഓ ഇറ്റ്സ് ഡിറ്റീരിയോറേറ്റിംഗ്, ഓ അതിങ്ങനെ വലിയ മെച്ചമൊന്നുമില്ല, മൊത്തം ഇങ്ങനെ വേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്, ആ അവസ്ഥയ്ക്കാണ് ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡി വെച്ചുള്ള വാക്കുകൾ എപ്പോഴും തന്നെ, അത് DE വെച്ചിട്ടുള്ള വാക്കുകൾ എപ്പോഴും ഒരു നെഗറ്റീവ് സെൻസ് ആണ്, അതിൻ്റെ നൗൺ ഫോർമുലേഷനാണ് ഡിറ്റീരിയോറേഷൻ കേട്ടോ, ഡിറ്റീരിയോറേഷൻ നൗൺ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വേഴ്സൺ ചെയ്യുക, വേഴ്സൺ ആവുക, ഡിക്ലൈൻ ആവുക, ഒരു കാര്യം കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം അല്ലേ, നല്ല ഒരു ബിസിനസ്, നല്ലൊരു എന്താ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. ഹൗ ഈസ് എ ബിസിനസ്? ഇറ്റ്സ് ജനറേറ്റിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്, പ്രോഫിറ്റ് കൂടുന്നുണ്ട് അല്ലേ, സംഭവം കുഴപ്പമില്ല, നല്ല സെറ്റായി പോകുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഡീജനറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നെഗറ്റീവാണ്. വീണ്ടും ഡീജനറേറ്റിംഗ് എന്ന് വെച്ചാൽ, ഓ മെച്ചമൊന്നുമില്ലടാ, തീരെ മോശമായിട്ടുകൊണ്ടിരിക്കുകയാണ്, കോവിഡ് കഴിഞ്ഞില്ലേ, ഭയങ്കര മോശമാണ്. ദാറ്റ് ഈസ് ഡിറ്റീരിയോറേറ്റിംഗ് ഓർ ഡിറ്റീരിയോറേറ്റ് എന്നുള്ളതൊക്കെ അർത്ഥം. ഓർത്ത് വെച്ചാൽ മതി വേർഡ് കേട്ടോ, അറിയാം എന്ന് തോന്നുന്നു. അടുത്ത ടെപ്പിഡ്. ഇപ്പോൾ വേനൽക്കാലമാണ്, അപ്പോൾ യു മസ്റ്റ് റിമെമ്പർ ടു ഡ്രിങ്ക് ടെപ്പിഡ് വാട്ടർ. ഓർക്കണം, ഇപ്പോൾ ചെറു ചൂടുള്ള വെള്ളം കുടിക്കാവുള്ളൂ, തണുത്ത വെള്ളം കുടിക്കരുത്. ഇപ്പോൾ തണുത്ത വെള്ളം കുടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ കിരിക്കിരി വെച്ചില്ലേ, അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓ സംതിങ് ഈസ് റോങ്. രാവിലെ തണുത്ത വെള്ളം എടുത്ത് കുടിച്ചു, അതായത് വെള്ളം നമ്മുടെ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളമാണ്, പക്ഷേ നോർമൽ ടെമ്പറേച്ചർ ഇങ്ങനെ തണുത്തു, ഇവിടെ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ ഇങ്ങനെ തണുത്തു, ഭയങ്കരമായിട്ട് തണുത്തു, വെള്ളം കുടിച്ചു, അത് കുടിക്കാൻ പാടില്ല. ഇപ്പോൾ ഇറ്റ് ഈസ് മൺസൂൺ നൗ, അതുകൊണ്ട് യു മസ്റ്റ് ഡ്രിങ്ക് ടെപ്പിഡ് വാട്ടർ. ടെപ്പിഡ് വാട്ടർ ഇളം ചൂടുള്ള വെള്ളം, ലുക്ക് വാട്ടർ.
അതാണ് ടെപ്പിഡ് വാട്ടർ. അപ്പോൾ ലൂക്ക് വാമിൻ്റെ ലിറ്ററൽ മീനിങ് ടെപ്പിഡ് എന്ന വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് ലൂക്ക് വാം എന്നാണ്, ഇളം ചൂടുള്ളതാണ്. വോമിഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വോമല്ല എന്നാൽ കുറച്ച് വാമുള്ളത്, അതാണ് വോമിഷ് എന്നൊക്കെ പറയാം. അത് ഇൻഫോർമൽ വേ ആണ് വോമിഷ് എന്നൊക്കെ പറയാം. സോ അല്ലാതെ ടെപ്പിഡിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇതാണ് അൺഎന്തൂസിയാസ്റ്റിക്. ഒരു എന്തൂസിയാസം ഒന്നും ഇല്ലെന്നേ, മഴയൊക്കെ അല്ലേ, തണുപ്പം മട്ടിലിരിക്കുന്ന ഒരവസ്ഥയില്ലേ, അതിന് നമുക്ക് ടെപ്പിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ അപ്പത്തറ്റിക്. ഇന്നലെ അപ്പത്തറ്റിക് പറഞ്ഞായിരുന്നല്ലേ. അപ്പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഇന്നലെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പത്തി നമ്മൾ പറഞ്ഞു ഒരു ഫീലിംഗും ഇല്ലാത്തൊരവസ്ഥ, ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരവസ്ഥ, അല്ല ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരവസ്ഥ, ദാറ്റ് ഇസ് അപ്പത്തറ്റിക് എന്ന് നമ്മൾ പറഞ്ഞു. അതേ അവസ്ഥയാണ് ഈ ടെപ്പിഡ് എന്ന് പറഞ്ഞാലും. ഓർത്തണം കേട്ടോ, മീനിങ് ഓർത്ത് വെച്ചോളാം. യെസ്, നമുക്ക് നോക്കട്ടെ, അടുത്ത സെന്റൻസ് നോക്കട്ടെ. ഓക്കെ. Yes, people in coastal areas should be heedful if monsoon is heavy. Yes, sure. India may take a cautious stance on the proposed Indo-Pacific Economic Framework. All right. മാം ഗ്രാമർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി. ഇറ്റ് ടേക്സ് ടൈം. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ചിലർക്ക് പയ്യെ സമയം വരുള്ളൂ. പേടിക്കേണ്ട ദേവിക, നമുക്കത് സെറ്റാക്കി എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബേസ് കുറവാണെന്ന് ദേവിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ലിറ്ററലി പറയാണ്, ബേസ് കുറവാന്ന് തോന്നുന്നത് നമ്മുടെ കോഴ്സ് ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പലരും ഇപ്പോൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്തു. നിങ്ങൾക്ക് തീരെ ബേസ് കുറവാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് എന്ന കോഴ്സിൽ ജോയിൻ ചെയ്യണം. കാര്യം അത് നമ്മൾ വളരെ ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ കോഴ്സ് അതായത് PSCയിലൊക്കെ നമ്മൾ ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ മുതൽ തുടങ്ങും നമ്മൾ. കാര്യം വെച്ചാൽ ചിലർക്ക് ബേസിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇംഗ്ലീഷിന് മാർക്ക് കുറയുന്നത്. ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലെങ്കിൽ, ആ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന അറിയില്ലെങ്കിൽ. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എക്സാം എടുത്ത് നോക്കിയോ, അല്ലെങ്കിൽ PSCയുടെ ഓരോ എക്സാം എടുത്ത് നോക്കിയോ, 10th മെയിൻസ് വരുമ്പോൾ 10 മാർക്കിൻ്റെ വെയിറ്റേജ് വരുള്ളൂ, ബാക്കി എല്ലാത്തിനും 20 മാർക്കിൻ്റെ വെയിറ്റേജാണ്. അപ്പോൾ 20 മാർക്കിൻ്റെ ഇംഗ്ലീഷ് മാത്രം മതി, അത് സേഫ് സോണാണ് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കട്ടെ. കോമ്പറ്റീവ് എക്സാം നോക്കുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് നമ്മൾ കളിക്കാം. GK അല്ലേ 50 മാർക്സ്, GK എല്ലാം കൂടെ കൂടുതൽ, ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ സ്റ്റേറ്റ് എക്സാംസിന് എപ്പോഴും എല്ലാം ചോദിക്കും. GK 50 മാർക്സ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, വേണം. പക്ഷെ നോക്കി അതെല്ലാം കൂടെ കറണ്ട് അഫയേഴ്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഇക്കണോമിക്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, എല്ലാം കൂടെ, സയൻസ് എല്ലാം കൂടെ കൂടിയതാണ് 5. അതിനൊക്കെ 10 മാർക്കിൻ്റെ വെയിറ്റേജേ ഉള്ളൂ. എല്ലാത്തിനും 10 മാർക്ക് കൂടി ചേരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഹിസ്റ്ററിയിൽ GK വരിക. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ ചില്ലറ കളിയല്ല. ഇംഗ്ലീഷ് 20 മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ റിസർവേഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 20ന്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ. കാര്യം അത് നിങ്ങൾക്ക് സേഫ് സോൺ ആക്കാം ഒരു കോമ്പറ്റീവ് എക്സാം. അതാ പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് കളിക്കണമെന്ന് പറയുന്നത്. മാർക്ക് കാരണം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് വന്നപ്പോൾ നമുക്കത് മനസ്സിലായതുമാണ്. അതുകൊണ്ട് റിമെമ്പർ ദാറ്റ് കേട്ടോ. നമുക്കപ്പോൾ നോക്കട്ടെ അടുത്തത്. യെസ്, അടുത്തത് സബ്സൈഡ് ഒന്നും കുറയ്ക്കുക, ലെസൺ ചെയ്യ, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. വിനു റീപ്പിംഗ് ദ വിൻ ഫോർ, അത് തന്നെ. കുറേ റീഡിങ് കുറവായിട്ട് കൊണ്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് മിസ്സിൻ്റെ ക്ലാസ് സൂപ്പറാണ്. ആണോ? താങ്ക് യു സോ മച്ച്. ഐ എം സോ ഓണേഡ്. ഈസ് ഇറ്റ് ടു ലേറ്റ് ടു പ്രിവെൻറ്റ് ഇംപെൻഡിങ് ഡിസാസ്റ്റേഴ്സ്? ചോദ്യമായിട്ട് വന്നല്ലോ ജിപ്പി. ശരിയായി, റെഡ് ക്വസ്റ്റ്യൻ ആയപ്പോൾ റെഡിയായി കേട്ടോ. ശരിയായിട്ടൊന്ന് വന്നു തോന്നുന്നു, എണീറ്റതിൻ്റെ ഒക്കെ മാറും ഉണ്ട്. ഐ അവറീഷ്യസ്ലി ടു ലുക്ക് ഇൻ ടു പീപ്പിൾ ഹു ഓൾവേസ് ഫോളോയിങ് ഓൺ. ഹു ഓൾവേസ് ഫോളോയിങ് അല്ല, ഹു ആർ ഓൾവേസ് ഫോളോയിങ്. ഫോളോയിങ് കൊടുക്കണമെങ്കിൽ ആർ അവിടെ കൊടുക്കണം കേട്ടോ ചിപ്പി. കാരണം കണ്ടിന്യൂസ് ടെൻസിൽ ബി ഫോർമുലേഷൻ വേണം. ഹു ആർ ഓൾവേസ് ഫോളോയിങ്. സാങ്ക്വിൻ, ഫോളോയിങ് എന്തിനാ? ഫോളോയിങ് അവിടെ വേണ്ട. സാങ്ക്വിൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്, അപ്പോൾ ഫോളോയിങ് വേണ്ട. ഫോളോയിങ് കട്ട് ചെയ്തേ. ഹു ആർ ഓൾവേസ് സാങ്ക്വിൻ ഇൻ എവറി സിറ്റുവേഷൻ ആൻഡ് ദേ നെവർ ലൂസ് ആങ്കർ, അങ്ങനെ കൊടുക്കാം. ഐ അവറേഷ്യസ്ലി ലുക്ക് ഇൻ ടു പീപ്പിൾ ഹു ഓൾവേസ് ഫോളോ വേണ്ട. ഹു ആർ ഓൾവേസ് സാങ്ക്വിൻ, ഫോളോ വേണ്ട. ഇൻ എവറി സിറ്റുവേഷൻ, കാരണം സാങ്ക്വിൻ ഈസ് അഡ്ജക്റ്റീവ്, അതിന് ഫോളോ കൊടുത്താൽ ശരിയാവില്ല. ഓക്കെ. മെനി തിങ്ക് ദാറ്റ് ദ ഫ്രീഡം ദി എൻജോയ് ഈസ് കർട്ടൈൽഡ് ആഫ്റ്റർ ടൈയിങ് ദ നോട്ട്. ഇത് നീ ഒരു തവണ പറഞ്ഞിട്ടുണ്ടല്ലോ ഷമാസേ, കൊച്ചു ഗള്ള. ഞാൻ ഓർക്കുന്നു നീ ഇതേപോലത്തെ സെൻറ്റൻസ് ഇതവണ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദി ശ്രീലങ്കൻ ഗവൺമെൻറ്, സെൻറ്റൻസ് സൂപ്പറാണ്. ആഫ്റ്റർ ദ ശ്രീലങ്കൻ ഗവൺമെൻറ് ഫോളോ അല്ല, ആഫ്റ്റർ ദ ശ്രീലങ്കൻ ഗവൺമെൻറ്റ്സ് ഫോളോ, അല്ലെങ്കിൽ ആഫ്റ്റർ ഫോളോയിങ് ഓഫ് ശ്രീലങ്കൻ ഗവൺമെൻറ്. മനസ്സിലായോ? ആഫ്റ്റർ ദ ഫോളോയിങ് ഓഫ് ശ്രീലങ്കൻ, ഇങ്ങനെ ഒന്നെങ്കിൽ 2 രീതിയിൽ എഴുതാം രാവിലെ. ആഫ്റ്റർ ദ ശ്രീലങ്കൻ ഗവൺമെൻറ്റ്സ് ഫോളോ ഓഫ്, ഫോളോ ഓഫ് ഒറ്റ വാക്കാക്ക്, ഹൈഫനേറ്റഡ് ആയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നിനക്ക് ഫ്രേസൽ വെർബ് ആയിട്ട് തന്നെ അത് ഉപയോഗിക്കണം, ഇങ്ങനെ കൊടുക്കാം. ആഫ്റ്റർ ദ ഫോളോയിങ് ഓഫ് Sri Lankan government. After the falling off of Sri Lankan government, people were waiting for the impending decision or from the authority. Yes, the MH government's decision to curtail fuel prices a windfall to Mumbaians. Yes. Drink warm water. Yes. If you remain tepid, you can't untangle
problems as it worsen your performance. All right. The deteriorating situation of people after the COVID-19 is tepid. Okay. Tepid alla tepid. Keto Niti, when a topper sits near to him, he thought it's a windfall, but it subsided his confidence since he brings a lot of additional sheet in front of him. Okay, great. My mother can let all my sadness with her sanguinity. She's really a windfall for me. All right, that's great. That's great. Good to know. Vagabond gets green checkpost to curtail plastic waste. All right. After monsoon, road without potholso is a windfall to Kerala. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണല്ലോ അത്. ഓ മനസ്സിലായി. ഓക്കെ ഗ്രേറ്റ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ അങ്ങനെ ഒരു വാക്ക് ഇൻ മൈ ലൈഫ്, ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. പൊത്തോൾ. ഓക്കെ, യെസ്. താങ്ക് യു പാർവതി. എക്സ്പെക്ടിംഗ് വിൻഫോൾ വിൽ ലീഡ് somebody to, will lead you to, okay, വേണ്ട, will lead to give, okay, lead to give to, okay, ശരി. Expecting windfall will lead to give you disappointment only. അത് സത്യമാണ്. Yesterday, Rintu was swamped with her classes, which turned into the remission of daily quests. Great. ഇപ്പം ശരിയായി, ഇപ്പം സെറ്റായി വിനു. നീ കൊള്ളാലോ, ആലോചിച്ചതെടുത്ത് സെറ്റാക്കിയില്ലേ, മിടുക്കൻ. ബേസ് കുറവാണ്. ഐ എം നോട്ട് ഹിയർ ഫോർ എനി എക്സാം. ഐ എം ആൻ ഇംഗ്ലീഷ് ആസ്പിറന്റ്. കോഴ്സ് ഡീറ്റെയിൽസ് തരാമോ? ഓ, ഇംഗ്ലീഷ് ആസ്പിറന്റ് ആണ്. അന്ന് ധൈര്യമായിട്ട് വന്നു, കാരണം നാളെ എന്തായാലും ദേവിക്ക് അത് ഉപകരിക്കും. കോഴ്സ് ഡീറ്റെയിൽസ് വരുന്നു. 40 hours ആണ് നമ്മുടെ സെഷൻ. 40 ദിവസം ക്ലാസ് ഉണ്ട്. ജൂലൈ 25-ാം തീയതി സ്റ്റാർട്ടിങ്. ഓരോ മണിക്കൂറാണ്. റീമ മിസ്സും ഉണ്ട്, ഞാനും ഉണ്ട്. ബേസിക് 899 ആണ് കോഴ്സ് ഫീ. അതിന് ഈ പറയുന്ന റിഡക്ഷൻ വിത്ത് അവർ ഡിസ്കൗണ്ട് കോഡ്, നമ്മുടെ ഡിസ്കൗണ്ട് കോഡുള്ള റിഡക്ഷൻ ആണ് 899 കേട്ടോ. അതായത് Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി. Y314 കേട്ടോ ദേവിക. Government's tepid reaction deteriorates the wrath of opposite leaders. Great. Parents curtail the use of mobile phone from the children. From the children അല്ല, curtail റെസ്ട്രിക്ട് ചെയ്തു എന്നല്ലേ. അപ്പോൾ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ യൂസ് ഓഫ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, പേരൻസ് curtail their children's use of mobile phone, ചിൽഡ്രൻ്റെ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ആഫ്റ്റർ ദ റീഓപ്പണിംഗ് ഓഫ് ദ സ്കൂൾ കേട്ടോ. നിധി, കാര്യം വെച്ചാൽ ഫ്രം എന്ന് പറയില്ല നമ്മൾ അതിൻ്റെ കൂടെ കേട്ടോ. ഡ്രിങ്കിങ് ഓഫ് ടെപ്പിഡ് ലെമൺ വാട്ടർ ആസ് എ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് വിൽ സബ്സൈഡ് ദ അക്യുമുലേഷൻ ഓഫ് അൺവാണ്ടഡ് ഫാറ്റ്സ്. ഗ്രേറ്റ്. I think everyone should take courage to make sentence and no one judge you. ഷുവർ, സത്യം. ആരും ജഡ്ജ് ചെയ്യില്ല, എല്ലാവരും സെൻറ്റൻസ് മേക്ക് ചെയ്യണം. ഇത്രയും പേരുള്ളതിൽ കുറച്ച് പേര് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത് സത്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സെൻറ്റൻസിൽ ഇത്ര ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ തരുന്നത് തന്നെ. ഹി ഓൾവേസ് ഹാഡ് എ ടെപ്പിഡ് അപ്രോച്ച് ടുവേർഡ്സ് ഹിസ് വർക്ക്. ഗ്രേറ്റ്. മോഹൻലാൽ സാറോ? ഓക്കെ, നമ്മുടെ ഓക്കെ, നിങ്ങൾ ഓക്കെ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു മോഹൻലാൽ സർ, ഞാൻ വായിച്ചത് തെറ്റാണ്. ഓക്കെ, മോഹൻലാൽ സർ ഈസ് വൺ ഓഫ് ദി സാങ്ക്വിൻ പേഴ്സൺ ഐ കെയിം ഇൻ കോൺടാക്ട് വിത്ത്. ഓൾ റൈറ്റ്. സാങ്ക്വിൻ നൗൺ ഒന്ന് ഓർത്തുപോയി. ഓക്കെ. നൗൺ അല്ല കേട്ടോ, അഡ്ജക്റ്റീവ് ആണ്. അതാണ്. ഇന്ത്യൻ റുപ്പി ട്രാക്സ് ടെപ്പിഡ് ഏഷ്യൻ പിയേഴ്സ് ഷെയർസ് ടു ഹിറ്റ് റെക്കോർഡ് ലോ. ഓൾ റൈറ്റ്. ഐ ലൈക്ക് ടു അൺറാവൽ ദ സുഡോക്കു ദാറ്റ് കംസ് ഇൻ ന്യൂസ് പേപ്പർ, കംസ് വിത്ത്. നിധി, ന്യൂസ് പേപ്പറിൻ്റെ കൂടെ വരുന്ന സുഡോക്കു അതല്ല ഉദ്ദേശിക്കുന്നത്. സുഡോക്കു ന്യൂസ് പേപ്പറിൽ വരുന്ന സുഡോക്കു കറക്റ്റാണ്. കംസ് ഇൻ, ദാറ്റ് കംസ് ഇൻ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, കംസ് ഇൻ എന്ന് കൊടുക്കണ്ട, കമ്മിൻ എന്നുള്ള ഫ്രേസൽ വേർബ് അവിടെ കൊടുക്കണ്ട. ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ വരുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഐ ലൈക്ക് ടു അൺട്രാവൽ ദ സുഡോക്കു ഇൻ ന്യൂസ് പേപ്പർ എന്ന് കൊടുത്താൽ മതി. ദാറ്റ് വേണ്ട അവിടെ കേട്ടോ. നിധി, ഐ ലൈക്ക് ടു അൺട്രാവൽ ദ സുഡോക്കു ഇൻ ന്യൂസ് പേപ്പർ. ദാറ്റ്സ് ഇറ്റ്. ദ ഡ്രാമ വാസ് curtailed due to the egg showering from the spectators. Great. കുഴി, അതാണ്. ഐ റിയലി want to unravel all the bad things I did in past. Great, that's great sentence. Moving on. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ ഈ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ പ്രത്യേകതയാണ് 40 അവേഴ്സിൻ്റെ ക്ലാസ്സാണ്, 40 മണിക്കൂറുകളുടെ ക്ലാസ്സാണ് കേട്ടോ. 40 days 40 hours. ഇതാണ് നമ്മുടെ സെഷൻ. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ഞാൻ റിമൂവ്സും വരാം. 899 എന്ന കോഴ്സ് ഫീ വിത്ത് കോഡ് കേട്ടോ. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ബേസിക്സ് മുതൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇവർ പിന്നെയും അത് മാറ്റിയിട്ടില്ല. ഞാൻ ഇന്നലെയും വിളിച്ചു, നോ മാറ്റം. എനിക്കൊന്ന് അവർ വേറെ എന്തോ കാര്യത്തിൽ ബിസിയാണെന്ന്. അപ്പോൾ എന്തായാലും ജൂലൈ 25 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ടിങ്. 12 മണി കൊടുത്തിട്ടുണ്ട്, പക്ഷേ 12 മണി 5 ദിവസം കാണ്ടേ ഉള്ളൂ. കാര്യം ഞാനൊരു ഡീമോസ് ഭയങ്കര തിരക്കായ ഒരു 5 ദിവസമുണ്ട്. ആ 5 ദിവസങ്ങളിലാണ് നിങ്ങൾ 12 മണിക്ക് ആക്കിയേക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളെല്ലാം 4 മണിക്ക് ഒരേ ഒരു സെഷനുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ റീമ മിസ് മാറി മാറിയായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ വന്നങ്ങ് പോകും.
കേട്ടോ. അതായത് ഏതെങ്കിലും ദിവസം നിങ്ങൾ വന്ന് പോകുന്ന ചില ദിവസം ഉണ്ട്, ചിലപ്പോൾ 2-3 ദിവസം റീമാംസ് ആയിരിക്കും, അത് കഴിഞ്ഞായിരിക്കും ഞാൻ വരുന്നത്. അങ്ങനെ പോകും. അതുപോലെ നമ്മുടെ IBPS ക്ലാർക്കിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വരുന്ന ജൂലൈ 20-നാണ്. പക്ഷേ നമ്മളതൊന്ന് കുറച്ചുകൂടി പോസ്റ്റ്പോൺ ചെയ്യാൻ നോക്കുകയാണ്. കാരണം നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഡൗൺ വിത്ത് ഫീവർ അഗൈൻ, വീണ്ടും എല്ലാവരും ഭയങ്കര കഷ്ടത്തിലാണ്. അതുകൊണ്ട് ഒന്ന് മാറ്റും, ഞാൻ ഡേറ്റ് പിന്നെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ IBPS ക്ലർക്കിൽ ജോയിൻ ചെയ്യാനുള്ള വേഗം ജോയിൻ ചെയ്യുക. കോഡ് Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. നമ്മുടെ മറ്റ് വേർഡ്സ് നോക്കിയേ. ട്രജക്ടറി നമുക്കറിയാം അല്ലേ, ദ ട്രജക്ടറി ഓഫ് ദി ഒബ്ജക്റ്റ്. ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ടാവും. കോഴ്സ്, പാത്ത്, റൂട്ട്, ട്രാക്ക്, അതാണ് ട്രജക്ടറി കേട്ടോ, ഓർത്തോളാം. ഓക്കെ, parents curtail the screen time of their children as they fretted there that excessive usage may deteriorate eyesight. Great. ഹായ് നന്ദന, ഗുഡ് മോർണിംഗ്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ഓക്കെ. ലൈറ്റ് മഴ, നല്ല മഴ, ഇവിടെയും നല്ല മഴയാണ്. പക്ഷെ ഇപ്പോൾ മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ തണുപ്പിനൊരു കുറവില്ല. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. എനിവേസ്, വെൽക്കം. എപ്പോൾ വേണ്ട നിങ്ങൾക്ക് കയറി വരാം. കാര്യം ഇത് നമ്മുടെ സെഷൻ അല്ലേ. എഡിറ്റോറിയൽ ഈസ് ആർ സെഷൻ. എഡിറ്റോറിയൽ നമ്മുടെ എല്ലാവരുടെയും സെഷനാണ് കേട്ടോ. എപ്പോൾ വേണ്ട നിങ്ങൾക്ക് കയറി വരാം. അടുത്ത പാരാമീറ്റർ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലേ. ഫ്രെയിം വർക്ക്, ക്രൈറ്റീരിയൻ, വേരിയബിൾ, ലിമിറ്റ്, അങ്ങനെ അല്ലേ. അതാണ് പാരാമീറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം, നമുക്കറിയാം അല്ലേ. സോ ദാറ്റ് ഈസ് നമ്മുടെ പാരാമീറ്റർ. പിന്നെ വിഷ്യസ് ഡോണ്ട് ബി ഇൻ ദ വിഷ്യസ് സർക്കിൾ. ഹീസ് സോ വിഷ്യസ്. അവൻ എന്ത് വൃത്തികെട്ടവനല്ലേ, അവൻ എന്ത് ക്രൂരനാന്നൊക്കെ പറയില്ലേ. അപ്പോൾ വിഷ്യസ് എന്ന് പറയും. അപ്പോൾ വിഷ്യസ് സർക്കിളിൽ പോയി പെടരുത് എന്ന് വെച്ചാൽ വളരെ ക്രൂരമായ ആൾക്കാരുടെ ഇടയിൽ പോയി പെടരുത്. ഡോണ്ട് ബി നിയർ ദ വിഷ്യസ് പീപ്പിൾ എന്നൊക്കെ പറയും. സോ വിഷ്യസ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ, ബ്രൂട്ടൽ, വയലന്റ്, ഫെറോഷ്യസ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്ക് എക്സാസബേറ്റിന് അതേപോലെ ഒരു കൺഫ്യൂസിങ് വേർഡ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ മീനിങ് പറഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു. ഇതൊക്കെ പെട്ടെന്ന് പറയണം കേട്ടോ. എക്സാസ്പിറേറ്റ് സ്പെല്ലിംഗ് നോക്കണേ. എക്സാസ്പിറേറ്റിന് EXASPERA എക്സാസ്പിറേറ്റ് ആണ്. ഇതങ്ങനെയല്ല, എക്സാസബേറ്റ് ആണ്. അതും CERBATE ആണ്. എക്സാസബേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രവേറ്റ് ചെയ്യുക, കുറയ്ക്കുക എന്നല്ല, കൂട്ടുക. ഒരു കാര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക. ഇൻറ്റൻസിഫൈ അല്ലെങ്കിൽ വേഴ്സൺ ചെയ്യുക, ഇൻഫ്ലെയിം ചെയ്യുക എന്നൊക്കെയാണ് എക്സാസബേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു കാര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയാണ്. ഇൻറ്റൻസിഫൈ, അഗ്രവേറ്റ്, വേഴ്സൺ, ഇൻഫ്ലെയിം എന്നൊക്കെയാണ് ഈ പറയുന്ന എക്സാസബേറ്റിൻ്റെ അർത്ഥം. ഇനി എക്സാസ്പിറേറ്റിൻ്റെ അർത്ഥം എന്താ ഞാൻ പറയില്ല, നിങ്ങൾ പറയും. കാര്യം നമ്മളിത് ഒരുപാട് തവണ തലങ്കും വിലങ്ങും ഒക്കെ ഡിസ്കസ് ചെയ്താണേ. ഓക്കെ, അത് ഒന്ന് പറഞ്ഞു. എന്താണ് എക്സാസ്പിറേറ്റ് എന്ന് പറഞ്ഞു? എല്ലാവരും പറയും ചാടി പേര് പറ. ഓക്കെ, അടുത്ത റെക്കൺ എന്ന വാക്കിൻ്റെ അർത്ഥം കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക, കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ റിഗാർഡ് ചെയ്യുക എന്നാണ് റെക്കൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്താൽ. ഓക്കെ, റെക്കൺ വേർബാണേ, അത് ഓർത്തണം. ഫ്രം ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞൂടെ മിസ്സേ? ഫ്രം ന്യൂസ് പേപ്പർ പറയാം, ഒരു പ്രശ്നമില്ല. ന്യൂസ് പേപ്പറിൽ നിന്ന് എന്ന് പറയാം. ഇൻ ന്യൂസ് പേപ്പറിലെ എന്ന് പറയാം. രണ്ടും പറയാം. ഇൻ ന്യൂസ് പേപ്പറിലെ, ഫ്രം ന്യൂസ് പേപ്പറിൽ നിന്ന്, കുഴപ്പമില്ല, രണ്ടും കറക്റ്റാണ്. കംസ് വിത്ത് ന്യൂസ് പേപ്പറും കറക്റ്റ്. ന്യൂസ് പേപ്പറിൻ്റെ കൂടെ വരുന്ന സെസ് എടുക്കും. ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിച്ചത് നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ കൂടെയൊക്കെ സപ്ലിമെൻ്റ് ഒക്കെ വരില്ലേ, അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചാൽ. അപ്പോൾ അങ്ങനെ ഹൗ കുഡ് യു ബി സോ ഇൻഹ്യൂമൻ, സോ വിഷ്യസ്. ഗ്രേറ്റ്. അത് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തേ നന്ദന. ഇറ്റ്സ് നോട്ട് എക്സ്ക്ലമേഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്. ഹൗ കുഡ് യു ബി സോ ഇൻഹ്യൂമൻ, സോ വിഷ്യസ്, ക്വസ്റ്റ്യൻ മാർക്ക്. മാറിപ്പോരുത്. എക്സ്ക്ലമേഷൻ, പങ്ക്ച്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക്സ് എന്ന് പറയുമോ? എന്ത് വർക്ക്സ്? എനിക്ക് മനസ്സിലായില്ല. ഏത് നൗണിൻ്റെ വർക്ക്സോ? നോ. കൃതികൾ പറയാം. വർക്ക്സ് സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ വർക്ക്, പണി എന്ന് പറയുള്ളൂ. പണി അത് വർക്കാണ്, നോട്ട് വർക്ക്സ്. ഇറ്റ്സ് വർക്ക് കേട്ടോ. വർക്കാണ്, നോട്ട് വർക്ക്സ് കേട്ടോ. എന്താ ആരും പറയാത്ത? എക്സാസ്പിറേറ്റിൻ്റെ മീനിങ് പറ പിള്ളേരെ. എക്സാസ്പിറേറ്റിൻ്റെ മീനിങ് പറയാം. ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്, നിങ്ങൾ പറയും, ഇപ്പോൾ പറയും, നോത്തിരിക്കുക. ആരും പറയാതെ എന്താ? ടെൽ മീ ദ മീനിങ് ഓഫ് എക്സാസ്പിറേറ്റ്. ഓക്കെ, വേഗം പറഞ്ഞു, എന്നിട്ട് വേണം നമുക്ക് കാര്യങ്ങളോട്ട് പോകാൻ. അപ്പോൾ ലൈവിലുള്ള എല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. നോക്കി എത്ര പേര് ലൈക്ക് ഇട്ടെന്ന് തോന്നി. ദാറ്റ്സ് സോ ബാഡ്. ഞാൻ എപ്പോഴും ഓർക്കും, എന്ത് ദരിദ്രമുള്ളവരത്, അത് മോശമല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 50+ വ്യൂവേഴ്സ് ഉണ്ട്, എന്നിട്ട് എന്താ ഇത്ര ജാട കുട്ടികളെ? ധൈര്യമായിട്ട് ഇങ്ങനെ ഇട്ടേ. PWD വർക്ക്സ് പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മളൊരു ഫാക്ടറി എന്നർത്ഥം, അത് കൺസ്ട്രക്ഷൻ എന്ന അർത്ഥത്തിൽ വർക്ക്സ് ഉപയോഗിക്കും. ആ അർത്ഥത്തിൽ കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഫാക്ടറീസ് എന്നൊരർത്ഥത്തിൽ നമ്മൾ വർക്ക്സ് ഉപയോഗിക്കും. അതുകൊണ്ടാണ് വർക്ക്. പക്ഷേ അത് ഇൻഫോർമൽ വേ ഓഫ് യൂസിങ് ആണ് കൺസ്ട്രക്ഷൻ വർക്ക്സ്. PWD വർക്ക്സ് എന്ന്. PWD വർക്ക് ഈസ് ഹാപ്പനിങ് എന്ന് നമ്മൾ പറയുന്നു. PWD വർക്ക് ഈസ് ഹാപ്പനിങ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. PWD പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ.
എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ പറയില്ല ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പണികൾ എന്നായിരിക്കും നമ്മൾ പറയും. മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പണി എടുക്കാറുണ്ട് എന്ന് പറയില്ലേ, അങ്ങനെയാണ്. ഒരുപാട് അപ്പോഴും നമ്മൾ എനിക്ക് ഒരുപാട് പണിയുണ്ടെന്നേ പറയുള്ളൂ. ഒരുപാട് പണി ഒരിക്കലും നമ്മൾ ഒരുപാട് പണികൾ ഒരുപാട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അമൗണ്ടാണ്. അല്ല, കുറേ പണികളുണ്ട് എന്ന് പറയും. എനിക്ക് കുറേ പണികൾ എടുക്കാറുണ്ട് എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയാറില്ല മലയാളത്തിൽ. ഒരുപാട് പണിയുണ്ട് എനിക്ക്, നീ പോയ എനിക്ക് ഒരുപാട് പണിയുണ്ട്, വേറെ പണിയുണ്ട് എനിക്ക് എന്ന് പറയില്ലേ, അതാണ്. ഓർത്തോണം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അത് തന്നെ വർക്ക് ആണെങ്കിൽ നമ്മളെ വർക്ക് നൗണ്, വർക്ക്സ് വേർബായിട്ട് വരും, അതാണല്ലോ സിംഗുലർ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞു മേക്ക് എ പ്രോബ്ലം ആണോന്നോ, മറന്നുപോയോ, വെറുതെ എല്ലാത്തിനും മറവിയുണ്ട്, വെറുതെ അല്ലെങ്കിൽ ചാടി കയറി ഇമ്മിനൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചാടി കയറി ഉത്തരം പറയുന്നത് നിങ്ങളാണ്. ഇന്ന് മിണ്ടുന്നില്ല, അതെന്താ ഞാനിങ്ങനെ ആലോചിക്കുക, അതെന്താ പറ്റി പിള്ളേർക്ക് ഇന്ന് മിണ്ടുന്നില്ലല്ലോ. മറന്നുപോയി കൊച്ചു കള്ളന്മാർ വിചാരിച്ചോ. ഇപ്പോൾ നമ്മുടെ ഒരാൾ പറഞ്ഞല്ലോ, റെഡ് പ്രിൻസ് പറഞ്ഞു അനോയ് ചെയ്യുക, ഒരാൾ നമ്മൾ വെറുപ്പിക്കല്ലേ, അനോയ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക, എല്ലാ വാക്കുകളും നിങ്ങൾക്ക് തന്നേക്കാം, മറക്കരുത് കേട്ടോ. മറന്നുപോയത്രേ, കൊള്ളാം, ഡെയിലി പഠിക്കുന്ന സാധനമാണ്. അനോയ്, ഇറിറ്റേറ്റ്, ഫ്രസ്ട്രേറ്റ്, ഒരാൾ നമ്മൾ ഫ്രസ്ട്രേറ്റ് ചെയ്യുക, അതായത് പോയി ചൊറിയാന്ന് പറയില്ല, അതിനാണ് നമ്മൾ എക്സാസ്പിറേറ്റ്. ഡോണ്ട് എക്സാസ്പിറേറ്റ് മീ എനിമോർ, ഇനി എന്നെ ശല്യപ്പെടുത്തല്ലേ പ്ലീസ് പറയില്ല, അതാണ് ആ സാധനം. ഓക്കെ, യെസ്, അതാണ് നമ്മുടെ എക്സാസ്പിറേറ്റ്. ഓർത്തോണം കേട്ടോ, എക്സാസ്പിറേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. എല്ലാവരും പറഞ്ഞു, കൊള്ളാം. ഫ്രസ്ട്രേറ്റ് ആണ് അവരെ, യെസ്, പണികൾ ഇഷ്ടപ്പെട്ടല്ല പണികൾ. ഓക്കെ, സോ ഇറിറ്റേറ്റ് ചെയ്യുക, നോട്ട് ഇറിറ്റേറ്റഡ് ഒന്നൊന്നര. പ്രകോപിപ്പിക്കുക, അത് തന്നെ രാധിക, പ്രകോപിപ്പിക്കുക, അത് തന്നെ, യെസ്, ഇറിറ്റേറ്റ് തന്നെ ശരൺ. മൂവിങ് ഓൺ, അടുത്തത് ഹിൻഡർ. ലാസ്റ്റ് സെറ്റ് ആണ്, പെട്ടെന്ന് വായിച്ച് നമുക്ക് ആർട്ടിക്കിളോട് പോകണം. ഹിൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഹിൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഹാമ്പർ ചെയ്യുക, തടസ്സപ്പെടുത്തുക, ഒബ്സ്ട്രക്ട് ചെയ്യുക, ഇംപീഡ് ചെയ്യുക, ഇൻഹിബിറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ പ്രൊവോക്ക് ചെയ്യുക, രാഹുലെ, അത് തന്നെ ഹിൻഡർ ചെയ്യുക എന്നർത്ഥം. അപ്പോൾ പ്രൊവോക്ക് പക്ഷേ കുറച്ചുകൂടെ ഈ മീനിങ് വരത്തുള്ളൂ, എന്താ പറയുക, സിനണിമേ വരത്തുള്ളൂ. പക്ഷേ ലിറ്ററലി നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്താൽ മതി, ഫ്രസ്ട്രേറ്റ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ, അത് ഓർത്തോണം. അടുത്ത് നോക്കിയേ, മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാര്യത്തിൻ്റെ ഇത് അളവ് കുറയ്ക്കുക, അലിവേറ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ലെസൺ ചെയ്യുക, എക്സ്റ്റെനുവേറ്റ് ചെയ്യുക, അതാണ് മിറ്റിഗേറ്റ് എന്ന വാക്കിൻ്റെ. ഇതെല്ലാം കുറയ്ക്കുക എന്നർത്ഥം കേട്ടോ, കുറയ്ക്കുക, മിറ്റിഗേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ഡെട്രിമെൻ്റൽ. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്യുന്ന ഡെട്രിമെൻ്റൽ. സ്മോക്കിംഗ് ഈസ് ഡെട്രിമെൻ്റൽ ടു ഹെൽത്ത്, സംതിങ് ദാറ്റ് കോസസ് ഹാം, ഡെട്രിമെൻ്റൽ, അതാണ് ഡെട്രിമെൻ്റൽ. അപ്പോൾ ഓർത്തോണം, ഹാംഫുൾ അല്ലെങ്കിൽ ഡാമേജിങ്, ഇൻജൂറീസ് എന്നൊക്കെയാണ് ഡെട്രിമെൻ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്തോണം കേട്ടോ. യെസ്, അടുത്തത് അതുപോലെ ഇന്നാൾ ഒരു തവണ ഞാൻ പറഞ്ഞു, ഡെട്രിമെൻ്റൽ അഡ്ജക്റ്റീവ് ആണ്, ഡെട്രിമെൻ്റ് നൗൺ ആണ് കേട്ടോ, അത് മറക്കണ്ട. ഡെട്രിമെൻ്റ് ആണ് ഹാം, ഡെട്രിമെൻ്റ് നൗൺ കേട്ടോ, ഡെട്രിമെൻ്റ് നൗൺ ആണ്, അത് മറക്കണ്ടേ. നിങ്ങൾ നൗണായിട്ട് ഡെട്രിമെൻ്റൽ ഉപയോഗിക്കരുത്, ഡെട്രിമെൻ്റ് എന്ന നൗൺ ഉണ്ട്. ഡെട്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തു, ഹാം, ഡാമേജ്, ഇഞ്ചുറി, ഹേർട്ട് എന്നൊക്കെ പറയും കേട്ടോ, അതാണ് നമ്മുടെ ഡെട്രിമെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഡെട്രിമെൻ്റൽ അഡ്ജക്റ്റീവ് ഹാംഫുൾ, ഡാമേജിങ്, ഇഞ്ചൂറിയസ് എന്നൊക്കെ അർത്ഥം. അടുത്ത സ്റ്റിഗ്മറ്റൈസ് ചെയ്യുക. സ്റ്റിഗ്മറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മളങ്ങ് എന്താ പറയുക, നാണം കെടുത്തുക, കണ്ടം ചെയ്യുക, ഡിനൗൺസ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, തലങ്ങ് മലം കൂട്ടി ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുക, ദാറ്റ് ഇസ് സ്റ്റിഗ്മറ്റൈസ് ചെയ്യുക. സം തിങ്സ് ആർ സ്റ്റിഗ്മറ്റൈസ്ഡ് ഇൻ ആർ സൊസൈറ്റി. ചില കാര്യങ്ങളെ നമ്മുടെ സൊസൈറ്റി വളരെ വൃത്തികെട്ട രീതിയിലാണ് ചെയ്യാറ്, പ്രസൻറ്റ് ചെയ്യുക. സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ, മനുഷ്യർ തന്നെ, നമ്മുടെ ഒരു ചിന്താഗതി കാരണം നമ്മൾ ചില കാര്യങ്ങളെ ഒട്ടും ഇതല്ല, നമ്മളെന്താ പറയുക, ഫോർവേഡ് തിങ്കിങ് അല്ല, ചില കാര്യത്തൊക്കെ വളരെ മോശമായിട്ട് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ദർ ആർ സോ മെനി സോഷ്യൽ ടബൂസ് ഇൻ അ സൊസൈറ്റി. അപ്പോൾ സ്റ്റിഗ്മറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കണ്ടം ചെയ്യുക, ഡിനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്പറാജ് ചെയ്യുക, സ്റ്റിഗ്മറ്റൈസ്. അടുത്ത റേവ്. ഇന്നാണ് ഞാൻ പറഞ്ഞു, റേവ് എന്ന ഇൻഫോർമൽ വേയിൽ നൗണായിട്ടും അതുപോലെ തന്നെ വേർബായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻഫോർമൽ വേയിൽ റേവ് എന്ന് പറഞ്ഞാൽ പാർട്ടി, ദാറ്റ്സ് എ റേവ്. അല്ലെങ്കിൽ ട്രിബ്യൂട്ട്, ഒരാൾ നമ്മളങ്ങ് വല്ലാണ്ട് അക്ലെയിം ഒക്കെ ചെയ്ത് വളരെ എന്താ പറയുക, അങ്ങ് പുകഴ്ത്തി അങ്ങോട്ട് അങ്ങ് വാനോളം പുകഴ്ത്തുന്നൊരു കാര്യമില്ല, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ പറയുന്നത് റേവ് എന്ന് പറയുക. അക്ലെയിം ചെയ്യുക അല്ലേ, ഒരാളങ്ങ് പ്രൈസ് ചെയ്യുക. ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ചെയ്യുക. ട്രിബ്യൂട്ട് ഒരാളോട് പ്രൈസ്, പ്രശംസിക്കുന്ന അവസ്ഥ, അതാണ് ട്രിബ്യൂട്ട് അല്ലെങ്കിൽ പ്രൈസ് എന്നൊക്കെ പറയാം. പാർട്ടി എന്നൊരർത്ഥമുണ്ട് ഇൻഫോർമൽ വേ. അതുപോലെ തന്നെ വേർബായിട്ട് ഉപയോഗിക്കാം. വേർബിൻ്റെ അർത്ഥം ബാബിൾ ചെയ്യുക, അതായത് നമ്മൾ വൈൽഡായിട്ട് എന്തൊക്കെയോ സംസാരിക്കണം, പിച്ചും പേയും പറയില്ലേ, ബാബിൾ ചെയ്യുക, അതിനാണ് ബാബിൾ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നല്ല അല്ലാതെ വേറൊരു അർത്ഥം കൂടി ഉണ്ട്, ഒരാളെ വല്ലാണ്ട് നമ്മൾ പ്രൈസ് ചെയ്യണം, മനസ്സിലായോ? അക്ലെയിം ചെയ്യുക, നല്ല കാര്യം പറയും, അയാൾ ചെയ്തൊരു കാര്യത്തെപ്പറ്റി നല്ല
നല്ലതായിട്ട് അയാളെ പ്രശംസിക്കുക, അക്ലെയിം ചെയ്യുക. പ്രൈസ് എക്സ്റ്റെൻസീവ്ലി ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നതാണ് റേവ് ചെയ്യുക എന്ന് പറയുന്നത്. വേർബ് കേട്ടോ, ഓർത്തോണം. വേർബായിട്ട് നൗൺ ആകുമ്പോൾ രണ്ട് മീനിങ് ആണ് ഓർത്തോം. പക്ഷേ പ്രൈസ് കറക്റ്റാണ്, രണ്ടിനും കറക്റ്റാണ്. അല്ലാതെ പാർട്ടി എന്നുള്ളത് വേർബായിട്ട് ഉപയോഗിക്കില്ല, പാർട്ടിയിങ് എന്നുള്ള അർത്ഥത്തിൽ വരില്ല, ഓർത്തോണം. ബാബിൾ ചെയ്യുക എന്നുള്ള അർത്ഥവും വരില്ല, ലിറ്ററലി നൗണായിട്ട് അത് ഓർത്തോണം. അതുപോലെ അൺവെയിൽ ചെയ്യാൻ അറിയാലോ. വെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലോ വെയിൽ എന്ന നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കവർ എന്നാണ് അർത്ഥം. അപ്പോൾ വെയിൽ ചെയ്യാൻ മീൻ കവർ ചെയ്യുക, ഹൈഡ് ചെയ്യുക, കൺസീൽ ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ അൺവെയിൽ, വെയിലിൻ്റെ ഓപ്പോസിറ്റ് അൺവെയിൽ, റിവീൽ, കൺസീലിൻ്റെ ഓപ്പോസിറ്റ് റിവീൽ. കൺസീൽ ചെയ്യുക, ക്ലോസ് ആക്കി വെക്കുക, റിവീൽ ചെയ്യുക, അത് തുറന്നു കാണിക്കുക, റിവീൽ. പ്രസൻറ്റ് ഓർ ഡിസ്ക്ലോസ്, ക്ലോസ് ചെയ്ത് വെച്ചത് ഡിസ്ക്ലോസ് ചെയ്യുക. ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ റിവീൽ കൺസീലിൻ്റെ ഓപ്പോസിറ്റ് ആണ്. പ്രസൻറ്റ്, ഡിസ്ക്ലോസ് എന്നൊക്കെയാണ് അൺവെയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം. മറക്കണ്ട കേട്ടോ. യെസ്, നോക്കട്ടെ സെൻറ്റൻസ്. സിറ്റുവേഷൻ അത് പറഞ്ഞു. ദർ ഇസ് എ ലോട്ട് ഓഫ് പാരാമീറ്റർ. There is a lot of parameters. Parameters is the countable noun ആ കേട്ടോ. പിന്നെ അപ്പോൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് there are a lot of parameters എന്ന് തന്നെ കൊടുക്കണം. ലോട്ട് ഓഫ് എന്ന് പറയുന്നത് a lot of എൻ്റെ അർത്ഥം എന്താ? a lot of എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളൊരു adjectival expression ആണത്. a lot of what? ഒരു noun കൊടുക്കണം. a lot of ഇത് എന്താ പറയുക, adverbial phrase, adjectival phrase ആണ്. a lot of parameters എന്ന് കൊടുക്കാം. a lot of sugar എന്ന് പറയാം. അൺകൗണ്ടബിൾ നൗണും കൊടുക്കാം, കൗണ്ടബിളും കൊടുക്കാം. പക്ഷെ കൗണ്ടബിൾ കൊടുത്താൽ പ്ലൂറൽ ആയിരിക്കണം. a lot of parameters. അപ്പോൾ there are a lot of parameters. പിന്നെ ഈസ് വേണ്ട, ഈസ് കട്ട് ചെയ്യുക. reckoned to unravel the deteriorating situation. നശിച്ചുകൊണ്ടിരിക്കുന്ന, മോശമായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കേട്ടോ. The trajectory of projectile motion is parabola. ഇതാരോ എന്നോട് അന്ന് ട്രജക്ടറി പറഞ്ഞായിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. രൂക്ഷമാക്കുക അല്ലേ? യെസ്. ദ ഹിൻഡ്രൻസ് ഇൻ ദ ജേർണി സക്സസ്. ജേർണി ഓഫ് സക്സസ് ആണോ? അതല്ലേ ഉദ്ദേശിച്ചേ? ഹിൻഡ്രൻസ് ഇൻ ദ ജേർണി ഓഫ് സക്സസ് സ്റ്റിഗ്മറ്റൈസ് തിങ്കിങ്, അതാണോ? എനിക്കതിൻ്റെ മീനിങ് ക്ലിയർ അല്ല, കാരണം എന്തോ അവിടെ മിസ്സിംഗ് ഉണ്ടല്ലോ. നീ എന്താ ഉദ്ദേശിച്ചതെന്ന് കൃത്യമാക്കാവശ്യം മാസേ. ഹിൻഡ്രൻസ് ഇൻ ദി ജേർണി ഓഫ് സക്സസ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എന്തിൽ സ്റ്റിഗ്മറ്റൈസ് തിങ്കിങ് അതാണോ? അതോ ഹിൻഡ്രൻസ് ഇൻ ദി ജേർണി സക്സീഡ്സ് സ്റ്റിഗ്മറ്റൈസിങ് തിങ്കിങ് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് പറയണേ. when I was a kid my mother's voice used to always mitigate my stomach ache. Great. അപ്പോൾ ആ ഓൾവേസ് ഒന്ന് മാറ്റി പിടിക്കണം. എവിടെ ഇടണമെന്നറിയോ? വെൻ ഐ വാസ് എ കിഡ് മൈ മദേഴ്സ് വോയിസ് ഓൾവേസ് യൂസ്ഡ് ടു mitigate my stomach ache. My brother become vicious when I take his t-shirt. My brother becomes കേട്ടോ. കാര്യം എപ്പോഴും പുള്ളി ചെയ്യുന്ന പരിപാടിയല്ലേ അല്ലേ? പുള്ളിയുടെ ടീഷർട്ട് എടുത്താൽ അപ്പോൾ പുള്ളി ഇതാവില്ലേ? അപ്പോൾ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ബിക്കെയിം എന്ന് പാസ്റ്റ് ടെൻസ് കൊടുക്കാൻ പറ്റില്ല, ബിക്കംസ് തന്നെ കൊടുക്കണം. ബിക്കംസ് കൊടുക്കാൻ പറയാൻ കാര്യം വെച്ചാൽ ബ്രദർ സിംഗുലർ, അപ്പോൾ ബിക്കംസ് എന്ന സിംഗുലർ വേർബ് കൊടുക്കണം. സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കണം കേട്ടോ ഫാത്തിമ. ഷിറിൻ. Extenuate plastic usage, it is detrimental to environment. Yes, it is. Body shaming is the most stigmatizing thing in our society. Sure, സത്യമാണ്. കുറേ കാര്യങ്ങളുണ്ട്, അത് ഒന്ന് അല്ലേ? യാ, ഗ്രേറ്റ്. ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി എടുത്താൽ ഒരുപാടുണ്ടാവും, അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും പറയാത്ത. ഡ്യൂറിംഗ് ദ മീറ്റിംഗ് ദിസ് യു വിൽ അൺവെയിൽ ഹിസ് പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. ഗ്രേറ്റ്. പീപ്പിൾ ഓഫ് LGBTQ കമ്മ്യൂണിറ്റി, യെസ്, ഞാൻ പറയാതെ പറഞ്ഞു, ആർ സ്റ്റിഗ്മറ്റൈസ്ഡ് ബൈ ദ സൊസൈറ്റി. ഗ്രേറ്റ്. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, എൻ്റെ മനസ്സിൽ അത് തന്നെ വന്നത്. ഒന്ന് ബോഡി ഷെയ്മിങ്, ബോഡിയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഇതാണ്. പിന്നെ ജെൻഡർ, LGBTQA+ എല്ലാം. ബാഹുബലി അല്ലേ? ബാഹുബലി അല്ലേ ഷിറൻ? ബാഹുബലി, BA വിട്ടുപോയി. ബാഹുബലി 2 രാജമൗലി unveiled. Who is the real culprit behind Bahubal's death? അവിടെ ഒരു പ്രശ്നമുണ്ടേ. അൺവെയിൽഡ് ഹൂ ഈസ് എന്നല്ല, ഹൂ ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇത് ക്വസ്റ്റ്യൻ അല്ല, സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പം എങ്ങനെ കൊടുക്കും? ഇൻ ബാഹുബലി 2 വ്യത്യാസം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഹൂ ഈസ് ദ റിയൽ കൾപ്രിറ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പോകും. പക്ഷേ അതൊരു സെൻറ്റൻസിലോട്ട് വരും. റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സെൻറ്റൻസിലോട്ട് വരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കണം. ഇൻ ബാഹുബലി 2 രാജ്മൗലി അൺവെയിൽ ഹൂ ദ റിയൽ കൾപ്രിറ്റ് ബിഹൈൻഡ് ബാഹുബലിസ് ഡെത്ത് ഈസ് എന്ന് കൊടുക്കും. Don't hesitate to unravel tribute to good performance. Great. I don't like raving my brother in front of me because of his good character by relatives. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ബൈ റിലേറ്റീവ്സ് ആദ്യം എടുത്തിടുക, ഇങ്ങനെ കൊടുക്കാം.
എനിക്ക് വയ്യ. കൊള്ളാം, അതെനിക്കുണ്ട്. I don't like praising my brother, അല്ലെ, raving my brother in front of me by relatives, അല്ലെ, because of his good character. അങ്ങനെ എന്ന് കൊടുക്കണേ മേഘ. യെസ്. Early announcements and following displacement of people mitigate the detrimental impact of flood. Great. Yes, it is. Kerala Excise Department busted a rave party and seized narcotic substances from them. Yes. His boisterous interruption mitigated the exacerbating the situation ആണോ? Mitigated the exasperating situation. രണ്ടാമത്തെ exasperating കഴിഞ്ഞിട്ട് exacerbating കഴിഞ്ഞിട്ടുള്ള ദ വേണ്ട കേട്ടോ ഷമ്മാസെ, ഒന്ന് കട്ട് ചെയ്താണ്. is one of the most stigmatizing things in our society എന്ന് ആക്കിക്കൂടെ? സെൻറ്റൻസ് ഇംപ്രൂവ്മെന്റ്. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, നീ പറഞ്ഞു നന്നായി. പാർവതി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പാർവതി പറഞ്ഞു നോക്കട്ടെ. ബോഡി ഷേമിംഗ് ഈസ് മോസ്റ്റ് സ്റ്റിഗ്മറ്റൈസിങ് തിങ്സ്. അങ്ങനെ വേണം, അതാണ് കറക്റ്റ്. പാർവതി ഒരു കറക്ഷൻ ഉണ്ട്. റിജിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത്, ഞാൻ ഓടിച്ചു വിടുമായിരുന്നു. ബോഡി ഷേമിംഗ് ഈസ് ദ മോസ്റ്റ് സ്റ്റിഗ്മറ്റൈസിങ് തിങ്സ്. ഈസ് ദ മോസ്റ്റ് ആണ്. ഈസ് ദ മോസ്റ്റ് സ്റ്റിഗ്മറ്റൈസിങ്. ഇല്ലില്ല, ഈസ് ദ മോസ്റ്റ് സ്റ്റിഗ്മറ്റൈസിങ്. പാർവതി പറഞ്ഞ കറക്റ്റാ. വൺ ഓഫ് ദ അല്ലല്ലോ പാർവതി പറഞ്ഞേക്കുന്നത്. ഈസ് ദ മോസ്റ്റ് എന്നല്ല പറഞ്ഞേക്കുന്നത്, ഈസ് ദ മോസ്റ്റ്. അപ്പോൾ അത് കറക്റ്റാ. പാർവതി ഉദ്ദേശിക്കുന്നത് കറക്റ്റാണ്. നിനക്ക് വേണമെങ്കിൽ ആക്കാം വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റിഗ്മറ്റൈസിങ് തിങ്സ്. അത് കറക്റ്റാ, ശരിയാ, നീ പറഞ്ഞ കറക്റ്റാ. യെസ്, അത് കുറച്ചുകൂടെ അത് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് അല്ല, നമ്മുടെ കോൺസെപ്റ്റിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ആണ്. സെന്റൻസ് പാർവതി പറഞ്ഞ സെറ്റാണ്, പക്ഷെ നമ്മുടെ കോൺസെപ്റ്റിൽ അത് ഒന്ന് മാത്രമാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് ആണ്. യെസ്, യു കെൻ ഡു ഇറ്റ്. Of course, mental health disorders remain one of the hidden disease burdens in India owing to stigma and discrimination. Yes. മാമിന് ബ്രദറാണോ ഉള്ളതെന്ന്? മാമിൻ്റെ ബ്രദറാണ് റിജിൻ സാർ. ഇവിടെ ഒരു ബ്രദർ ഇല്ലേ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്ന സാർ, അതെൻ്റെ ബ്രദറാണ്, മാമിൻ്റെ ബ്രദറാണ്. എൻ്റെ ചേട്ടൻ. എനിക്ക് 2 അനിയത്തിമാരും ഇവിടെ ഉണ്ട്, ഒരു ചേട്ടനും ഉണ്ട്. മതിയല്ലോ, ധാരാളം അല്ലേ, വേറെ എന്നാ വേണം? I don't like to unravel my secrets to a detrimental person. Yes, great. The hindrance in the journey of success is stigmatizing thing. Hindrance in the journey of success is stigmatized thinking. Hindrance in the journey is stigmatized. Okay. അങ്ങനെയുള്ള തിങ്കിങ് ആണെന്നാണോ? അങ്ങനെയാണെങ്കിൽ സ്റ്റിഗ്മറ്റൈസ്ഡ് തിങ്കിങ് അല്ല ഷമാസെ. V3 ഫോർമുലേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? ഇന്നലെ പാർട്ടിസിപ്പിൾ പഠിച്ചില്ലേ ഷമാസെ? അപ്പം പഠിച്ചു സ്റ്റിഗ്മറ്റൈസ്ഡ് തിങ്കിങ്. സ്റ്റിഗ്മറ്റൈസ്ഡ് മനസ്സിലായോ? ഓക്കെ, ഇന്നലെ പഠിച്ച അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന പാർട്ടിസിപ്പിൾ ഫോർമുലേഷൻ ഇല്ലേ, അത് ഇത് വേണം. അവിടെയാണ് ഞാൻ പറഞ്ഞു നിനക്ക് എന്തോ ഒരു ചെറിയ എറർ വന്ന് എന്താ നോക്കട്ടെ. ദ ഹിൻഡ്രൻസ് ഇൻ ദ ജേർണി ഓഫ് സക്സസ് ഈസ് സ്റ്റിഗ്മറ്റൈസ്ഡ് തിങ്കിങ്. കേട്ടോ, നമ്മൾ പറയില്ലേ ഡെവലപ്ഡ് കൺട്രി, ഇന്ത്യ ഇസ് എ ഡെവലപ്ഡ് കൺട്രി. യുവർ പ്രോബ്ലം ഈസ് യുവർ സ്റ്റിഗ്മറ്റൈസ്ഡ് തിങ്കിങ്. നിന്റെ പ്രോബ്ലം നിന്റെ സ്റ്റിഗ്മറ്റൈസ്ഡ് തിങ്കിങ് ആണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത്. ഓക്കെ, ഓക്കെ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല അല്ലേ? ഓക്കെ, കൊള്ളാം. ദ കമ്പനി വിൽ അൺവെയിൽ ഇറ്റ്സ് ന്യൂവസ്റ്റ് പ്രൊഡക്റ്റ് ടുഡേ. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. മൂവിങ് ഓൺ പീപ്പിൾ. അപ്പം നമ്മുടെ വൊക്കാബുലറി കഴിഞ്ഞു, മനസ്സിലായെങ്കിൽ ഒരു തംസ് ഇട്ടോ എല്ലാവരും. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ ആൻഡ് റീഡ് ഇറ്റ്. അപ്പോൾ ലൈക്ക് ഇടാത്തവർ ഇപ്പോൾ ലൈക്ക് ഇടോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്, അത് മറക്കണ്ട. അപ്പം നമ്മുടെ ആർട്ടിക്കിളോട്ടോ. ഇപ്പോഴും ലൈക്ക് ഇടാത്തവരുണ്ട്, കൊച്ചുകള്ളന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, അതെനിക്കറിയാം. എന്നാലും നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം കേട്ടോ. യെസ്. ഡെഫിസിറ്റ് ഡൗട്ട്സ്. അപ്പം ഷോർട്ടേജ് ഡൗട്ട്സ് നമുക്കുണ്ട്. എന്തിൻ്റെ ഡെഫിസിറ്റ് ഡൗട്ട്സ് ആണ് നമുക്ക് നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. സോ നമ്മുടെ ഇക്കണോമിക് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഡെഫിസിറ്റ് ഡൗട്ട്സ്. ഫ്രെറ്റിംഗ് അബൌട്ട് ദ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈസ് വാറന്റഡ്. Fiscal space must also be reassessed. Fretting about, worrying about. Fretting about എന്ന് പറയുമ്പോൾ worrying about the current account deficit. ഇപ്പോഴത്തെ current account deficit ഷോർട്ടേജ് എന്ന് പറയുന്നത് കൺഫേംഡ് ആണ്. അത് ഗ്യാരണ്ടീഡ് ആണ്, അത് ഉറപ്പാണ്. അതുപോലെ ഫിസിക്കൽ സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റീഅസസ് ചെയ്യണം. ഈ പറയുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ പറ്റിയുള്ള ഈ പറയുന്ന വറിങ് എന്ന് പറയുന്ന ഉള്ള കൺഫേം ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്പേസ് ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റീഅഷ്യൂർ ചെയ്യണം, റീഅസസ് ചെയ്യണം, ഒന്നുകൂടെ അനലൈസ് ചെയ്യണം, വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് വായിച്ചു നോക്കാം. ഇൻ ഇറ്റ്സ് ലേറ്റസ്റ്റ് റിവ്യൂ ഓഫ് ദി ഇക്കോണമി encompassing the period from June till July 10, the Finance Ministry is sanguine about India's economic recovery and has asserted that major macroeconomic risks have subsided over the past 6 weeks. The government's cautious optimism is tinged with impending concerns of a speedier tightening of monetary policies by the US Federal Reserve and the resultant dip in asset markets, which can mar sentiment and consumption on top of persistent geopolitical strife. But for now, interest rate hikes and measures to curtail the
ഔട്ട്ഫ്ലോ ഓഫ് ഡോളേഴ്സ് അനൗൺസ്ഡ് ബൈ ദി. അപ്പം ഈ ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുള്ള ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ലേറ്റസ്റ്റ് റിവ്യൂ അനുസരിച്ച് നമ്മുടെ ഇക്കണോമി എന്ന് പറയുന്നത് സറൗണ്ട് ചെയ്യുന്ന ടൈം ഏറെക്കുറെ ജൂൺ മുതൽ ഫ്രം ജൂൺ ടിൽ ഈ ജൂലൈ 10 വരെയുള്ള സമയത്തുള്ള സറൗണ്ട് ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ അതനുസരിച്ച് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ അത്യാവശ്യം ഇന്ത്യയിലെ ഇക്കണോമി എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു പോസിറ്റീവാണ്. വി ആർ പോസിറ്റീവ് അബൌട്ട്, കുറച്ചൊരു നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഞങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആണ് ഇന്ത്യയുടെ ഇക്കണോമിക് റിവൈവലിനെ പറ്റി, റിക്കവറിയെ പറ്റി എന്ന് പറയുന്നു. ആൻഡ് മാത്രമല്ല ഫിനാൻസ് മിനിസ്റ്റർ അസേർട്ട് ചെയ്തിട്ടുണ്ട് മാക്രോ ഇക്കണോമിക് റിസ്കിനൊക്കെ കുറച്ചിട്ടുണ്ട്, എല്ലാം കുറഞ്ഞിട്ടുണ്ട്, അതെല്ലാം റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സബ്സൈഡഡ്, റെഡ്യൂസ്ഡ്. ഈ പറഞ്ഞ 6 ആഴ്ചകൾ കൊണ്ട് മാക്രോ ഇക്കണോമിക് റിസ്ക് കുറഞ്ഞു, അതുപോലെ തന്നെ ഇക്കണോമിക് റിക്കവറി നല്ല പോസിറ്റീവ് കാര്യം നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അതിനെ കാര്യം അത് പോസിറ്റീവാണ്, നമുക്കത് വരും എന്നുള്ളത് ഉറപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വളരെ കെയർഫുള്ളായ ഒപ്റ്റിമിസത്തിൻ്റെ കൂടെ കുറച്ച് സ്ട്രിഞ്ച് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്നത് കുറച്ചിട്ട് കൊടുക്കും. കുറച്ചൊരു ഇംപെൻഡിങ് കൺസേൺസും ഉണ്ട്, കുറച്ചൊരു വരാൻ പോകുന്നൊരു കൺസേൺസ് നമ്മുടെ കയ്യിലുണ്ട് ഓഫ് എ സ്പീഡിയർ ടൈറ്റനിങ് ഓഫ് മോണിറ്ററി പോളിസീസ് ഒന്ന് ടൈറ്റൻ ചെയ്യാൻ പോകുന്ന US ഫെഡറൽ റിസർവ്. അത് നമുക്ക് കുറച്ചൊരു ചെറിയ, ഇത് പറയുമ്പോൾ എല്ലാം കൂടെ പറയണം അല്ലേ, ഈ നല്ല കാര്യത്തിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു പേടി വരാൻ പോകുന്ന US ഫെഡറൽ പോളിസിയുടെ ഫെഡറൽ റിസർവിൻ്റെ മോണിറ്ററി പോളിസിയുടെ ടൈറ്റനിങ്ങിനെ പറ്റി. അത് സ്പീഡിയർ ആക്കും, അത് കുറച്ചൊരു പെട്ടെന്നാക്കും അത്. ആൻഡ് അതിൻ്റെ റിസൾട്ട് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഡിപ്പ്, ഒരു കുറവ്, ഒരു ഫോൾ, മാർക്കറ്റിലുള്ള ഒരു കുറവ്, റിഡക്ഷൻ അല്ലേ, ഡിപ്പ് എന്ന് പറഞ്ഞ റിഡക്ഷൻ, അത് ക്യാൻ സ്പോയിൽ ദ സെന്റിമെന്റ് ആൻഡ് കൺസംപ്ഷൻ. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ സ്പോയിൽ ചെയ്യാൻ ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ സ്പീഡർ ആക്കുക, മോണിറ്ററി പോളിസിനെ ടൈറ്റർ ആക്കാനുള്ള സ്പീഡർ ആക്കുന്ന പരിപാടിയില്ലേ, അത് വരും എന്നാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ ഒന്നാമത് ജിയോ പൊളിറ്റിക്കൽ സ്ട്രൈഫ് കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഉക്രൈൻ റഷ്യൻ കാര്യത്തിൽ. അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രൈഫ്, ഒരു കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ആ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള അതിൻ്റെ കൂടെ ഇതുകൂടെ വരുമ്പോൾ ചിലപ്പോൾ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഫോർ നൗ, പക്ഷെ ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക്, ഇപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഹൈക്സും അതുപോലെ തന്നെ ഡോളറിൻ്റെ ഔട്ട്ഫ്ലോയിനെ കൂട്ടാനുള്ളതിൻ്റെ കട്ടേൽ ചെയ്യാനുള്ളതിൻ്റെ മെഷേഴ്സും നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബൈ ദ സെൻട്രൽ ബാങ്ക്, with several steps from the government as the imposition of windfall taxes and higher import duties for forex drainers like gold have been credited for lifting some of the dark clouds over the economy. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മൾ കുറച്ച് ഡോളേഴ്സിൻ്റെ ഡോളേഴ്സിൻ്റെ ഔട്ട്ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കുറയ്ക്കാൻ വേണ്ടി, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെൻട്രൽ ബാങ്ക്. അപ്പോൾ അതും കുറച്ച് വേറെ സ്റ്റെപ്സ് ഉണ്ട്, ഗവൺമെൻറ് എടുത്ത കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഇമ്പോസ് ചെയ്യാണ് കാര്യം, ഒരു വിൻഫോൾ ടാക്സ് ഇമ്പോസ് ചെയ്യണം. അതായത് ബൈ ചാൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞ ഗെയിൻ ഉള്ളവർക്ക് വേണ്ടി ടാക്സ്, അവരുടെ മേലെ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് ഹയർ ഇമ്പോർട്ട് ടാക്സസ് കൊടുക്കുന്നുണ്ട്, ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെയൊക്കെ വന്നപ്പോൾ, ഇതെല്ലാം കൂടെ വന്നപ്പോൾ കുറച്ച് ഈ പറയുന്ന അതിൻ്റെ ആ ഡാർക്ക് ക്ലൗഡ്സിൽ ആ നെഗറ്റീവായിട്ടുള്ള വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കുറച്ച് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇക്കണോമിക്ക് കുറച്ചുകൂടി റിക്കവറിയുടെ ഒരു ചാൻസ് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Despite excise duty cuts on the petrol and diesel, the ministry believes India's fiscal math for the year will not unravel thanks to the recent tax levies and healthy goods and services taxes collections that could get healthier as some GST rate hikes kick in from Monday. Industrial metal prices slipping to 16-month lows, prices to some food items falling off their peaks, and crude oil prices descending in the face of fears of a recession in many developed nations have helped. However, if these fears do not translate into a sustained അപ്പോൾ നമ്മുടെ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഇതിനോട് കൂടാതെ എക്സസ് ഡ്യൂട്ടി കട്ട് ചെയ്യുന്നുണ്ടല്ലോ, പെട്രോളിൻ്റെയും അതുപോലെ തന്നെ ഡീസലിൻ്റെയും എക്സസ് ഡ്യൂട്ടി കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു കാര്യം. അത് കൊണ്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ഇയർ അടുത്ത് വരാൻ പോകുന്ന ഇയറിലേക്കുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോകും. വരുന്ന ടാക്സ് ലെവികളിലൊക്കെ വലിയ പ്രശ്നമില്ലാതെ വരുന്നുണ്ട്. വരുന്ന ടാക്സ് ലെവി പെട്രോൾ ടാക്സ് കട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ തരക്കേടില്ലാതെ തട്ടിമുട്ടി മുക്കോളും എന്നുള്ളത്. അതുപോലെ മാത്രമല്ല ഹെൽത്തി ഗുഡ്സ് ആൻഡ് ടാക്സ് സർവീസസ് GST കുറച്ച് കളക്ഷൻ കൂട്ടും. നെക്സ്റ്റ് മൺഡേ വരുമ്പോൾ കുറച്ച് ഹൈക്ക് വരുന്നുണ്ട്, അത് പ്രാബല്യത്തിൽ വരും. ഈ വരുന്ന മൺഡേ വരുമ്പോഴേക്കും GSTയുടെ ഹൈക്ക് കുറച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അത് മൺഡേ മുതൽ പ്രാബല്യത്തിൽ വരും, കിക്സ് ഇൻ ഫ്രം മൺഡേ. മാത്രമല്ല ഇൻഡസ്ട്രിയൽ മെറ്റൽ പ്രൈസസിൻ്റെ പൈസ സ്ലിപ്പ് ചെയ്യാണ്, കുറച്ച് കുറയാണ്, ടു 16 month ലോ കുറയുന്നു. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ ആണെങ്കിൽ അവിടെ അത് പൈസ കുറയുന്നുണ്ട്. ഫുഡ് ഐറ്റംസിൻ്റെ പൈസ കുറഞ്ഞ ഫോളിങ് ഓഫ് ആണ്, പീക്കിൽ നിന്ന് വളരെ കുറയുന്നുണ്ട്. ആൻഡ് ക്രൂഡ് ഓയിൽ പ്രൈസസും കുറയുന്നുണ്ട്, ഡിസെൻഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്ക് എന്താ ഒരു ചെറിയൊരു സമാധാനത്തിൻ്റെ ഒരു വാക്യമുണ്ട്. ഇൻ റിസഷൻ അത് കാര്യം എന്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ പല കൺട്രീസും റിസഷനിൽ വന്ന് പെട്ടു, ഡിപ്രഷനിൽ വന്ന് പെട്ടു. അതുകൊണ്ടാണ് അത് കുറയുന്നത്.
ഡെവലപ്ഡ് നേഷൻസ്, ഒരുപാട് ഡെവലപ്ഡ് നേഷൻസ് അങ്ങ് തീർന്നു, അടിയും. അതുകൊണ്ടാണ് അത് കുറയാൻ വന്നുകൊണ്ട് നമുക്കത് വലിയ ഗുണമായി. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രിക്ക് കുറച്ചൊരു ഈസാക്കാൻ വേണ്ടി അവർ കുറച്ചെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ഭാഗ്യമായിരിക്കും അത്, അല്ലേ? ഒരുപാട് കുറഞ്ഞു ഭാഗ്യം, കുറച്ച് ഉപയോഗമുണ്ട്, അതുകൊണ്ട് നല്ല ഉപയോഗമുണ്ട്, അല്ലേ? ഇൻ എ പോസിറ്റീവ് വേ. പക്ഷേ ഈ ഫിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഡസ് നോട്ട് ട്രാൻസ്ലേറ്റ് ഇൻ ടു സസ്റ്റെയിൻ ആൻഡ് മീനിങ് ഫുൾ ഡ്രോപ്പ് ഇൻ ഫുഡ് ആൻഡ് എനർജി പ്രൈസസ്. സസ്റ്റെയിനബിൾ ആയിട്ടുള്ള, അതായത് വളരെ സസ്റ്റെയിൻ ചെയ്തു പോകുന്ന, സസ്റ്റെയിൻ ചെയ്യാന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള, വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഡ്രോപ്പ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ വളരെ മീനിങ് ഫുൾ ആയിട്ട്, അതായത് പ്രൈസ് ഡ്രോപ്പ് വന്നു എന്ന് നമുക്ക് പറയത്തക്ക വലിയ, അല്ലെ, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രൈസ് ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ല. അതിപ്പോൾ ഫുഡ് ആൻഡ് എനർജി പ്രൈസസിലാണെങ്കിലും വലിയ കുറച്ച്, എന്താ പറയുക, വേനലിലൊരു മഴ എന്ന രീതിയിൽ കുറച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അല്ലാതെ വലിയ കുറവ് എന്ന് പറയാനും ഇല്ല. അതാണ് പറയുന്നത്, ഇന്ത്യസ് കറന്റ് ഡെഫിസിറ്റ് വിൽ ഡിറ്റീറിയേറ്റ് ഇൻ 2022-23 ഓൺ അക്കൗണ്ട് ഓഫ് കോസ്റ്റ്ലി ഇമ്പോർട്ട്സ് ആൻഡ് ടെപ്പിഡ് എക്സ്പോർട്സ് ഓൺ ദ മെർച്ചൻഡൈസ് അക്കൗണ്ട്. ദ മിനിസ്ട്രി ഹാസ് കോഷൻഡ്. മിനിസ്ട്രി ഒരു കാര്യം വാൺ ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രിയുടെ വാർണിംഗ് ഇതാണ്: 2022-23 എന്ന ഫിസിക്കൽ ഇയർ, അതായത് ഈ വരുന്ന ഫിസിക്കൽ ഇയറിൽ നമ്മുടെ ഇമ്പോർട്ട്സ് കോസ്റ്റ്ലർ ആവുകയും എക്സ്പോർട്സ് വളരെ ടെപ്പിഡ് ആയിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ, അങ്ങനെ വരാനുള്ള കാരണം കൊണ്ട്, മെർച്ചൻഡൈസിൻ്റെ കാരണം കൊണ്ട് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിഷ്യൻസി ഒന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള വാർണിംഗ് ആര് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഫോറിൻ മിനിസ്ട്രി, അല്ലെ, ഫിനാൻസ് മിനിസ്ട്രി, ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അടുത്ത പാരഗ്രാഫിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്. നെക്സ്റ്റ്, India's high import dependence for fuel means oil price trajectories affect most macro parameters, including inflation, growth, current account balances, fiscal management, and the rupee. And economic policymakers are rightfully concerned about the current account deficit (CAD) widening sharply from the 1.2% of GDP last year. There is a vicious circle at work here that they may take a while to break. Slowly, exports and costlier inelastic imports of oil. അപ്പോൾ ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഇന്ത്യ ഇമ്പോർട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഫോർ ഫ്യൂവലിന് വേണ്ടിയിട്ട്, ഫ്യൂവൽ മീൻസ്, അല്ലേ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാക്രോ പാരാമീറ്റേഴ്സിനെയും അഫക്റ്റ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണ് അഫക്റ്റ് ചെയ്യപ്പെടുന്ന മാക്രോ പാരാമീറ്റേഴ്സ്? ഇൻഫ്ലേഷൻ. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ, ആ പാരാമീറ്റേഴ്സ് ഒക്കെ, ഇതൊക്കെയാണ് ക്രൈറ്റീരിയ വരിക. കറണ്ട് അക്കൗണ്ട് ബാലൻസസ്, അതുപോലെ ഫിസിക്കൽ മാനേജ്മെൻറ്റ്, മാത്രമല്ല റുപ്പി. ഇവയെല്ലാം ക്രൈറ്റീരിയ ആണ്. ഇതൊക്കെ അനുസരിച്ചാണ് നമുക്ക് പറയാം ഇന്ത്യയുടെ ഫ്യൂവൽ പ്രൈസസിൻ്റെ ഒക്കെ ഒരു കാര്യം എങ്ങനെ വരുമെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, ഓയിൽ പ്രൈസസ് ഒക്കെ വരുന്നത്. അപ്പോൾ പോളിസി മേക്കേഴ്സ് ശരിക്കും കറക്റ്റായിട്ടാണ് പറഞ്ഞത്. അവർ കറക്റ്റായിട്ട് അവർ പറയുന്നവർ കറക്റ്റാണ്. അവർ കുറച്ച് കൺസേൺഡ് ആണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ പറ്റി. കാര്യം അങ്ങനെ വരുമ്പോൾ ശരിക്കും ഒരു വൈഡനിങ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ 1.2% വൈഡനിങ് GDP നിന്ന്, ലാസ്റ്റിലെ GDP നിന്ന് ഈ ഒരു GDP വരുമ്പോൾ 1.2% വൈഡനിങ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. കുറച്ച് വൈഡ് ആയിട്ടുള്ള നമുക്ക് കാണാം, കുറച്ച് വലുതായി. അപ്പോൾ ഇവിടെ ഒരു വളരെ ബ്രൂട്ടലായിട്ടൊരു സർക്കിൾ കാണാം വർക്കിൻ്റെ അടുത്ത്. അതായത് ചിലപ്പോൾ അത് ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഡെഫിസിറ്റ്, ആ കറണ്ട് ഡെഫിസിറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് സ്ലോ ആവാണ്, അതുപോലെ തന്നെ സ്ലോയിങ് എക്സ്പോർട്സും, അതുപോലെ തന്നെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഇൻഇലാസ്റ്റിക് ഇമ്പോർട്ട്സും. നേരത്തെ പറഞ്ഞില്ല, ഇമ്പോർട്ട്സിൻ്റെ വളരെ പൈസ കുറഞ്ഞ എക്സ്പോർട്ടും അങ്ങനെയല്ലോ പറഞ്ഞത്, ഇമ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞത്, അല്ലേ? യെസ്, സ്ലോ ആയിട്ടുള്ള എക്സ്പോർട്സും അതുപോലെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പോർട്ട്സും വരുന്നു. ഓയിലിൻ്റെ കേട്ടോ, എന്തിൻ്റെയാണ്? ഓയിലിനെ പറ്റി പറയുന്നത്. കാരണം ക്രൂഡ് ഓയിലാണ് മെയിനായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നം. ഹാവ് ട്രിഗേർഡ് റെക്കോർഡ് മെർച്ചൻഡൈസ് ട്രേഡ് ഡെഫിസിറ്റ്സ് ഫോർ 2 consecutive months. 2 മാസമായിട്ട് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 consecutive മാസമായിട്ട് നമ്മളെ ഈ പറഞ്ഞ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്സിനെ, ഡെഫിഷ്യൻസി, ഈ ഓയിലിൻ്റെ ഇത് ഇമ്പോർട്ടും എക്സ്പോർട്ടും. And then that exacerbating the current account deficit, which is stripping the rupee, making imports even costlier and widening the card further. The card may have hit 2.7% of GDP in the first quarter, some reckon, but if developed economies slow down as suspected and shale oil supplies pick up, crude oil prices could drop lower and full year deficit may improve. Finance Minister Nirmala Sitharaman has assured the country of a pointed item-by-item attack on inflation to ensure growth prospects are not hindered. If the fiscal deficit is not a concern and the tax revenues may, in fact, overshoot budget estimates owing to high inflation, the government can consider reviewing its fiscal capacity and പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ
നമ്മുടെ പ്രോബ്ലം ശരിക്കും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ പറ്റി പറയുന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈ അതിനെ ഒന്ന് വേഴ്സൺ ചെയ്യാം. അതായത് വേഴ്സൺ ചെയ്യുന്നോണ്ടിരിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇമ്പോർട്ട്സ് വീണ്ടും കൂടും, ഇമ്പോർട്ടിൻ്റെ വില വീണ്ടും കൂടും. അങ്ങനെ അത് അപ്പോൾ CAD വീണ്ടും കൂടും, CADിൻ്റെ വൈഡൻ ചെയ്യും, അതായത് വലിയതാവും, അത് കൂടും. അപ്പോൾ ഈ പറയുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നമ്മുടെ 2.7% GDP-ലോട്ടാകും. GDP-യിൽ 2.7% ആകും ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ. ചിലർ പറയും, ചിലർ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്, അങ്ങനെ വരും എന്നാണ് ചിലരുടെ ഒരു കാൽക്കുലേഷൻ, ഇക്കണോമിസ്റ്റുകളുടെ കാൽക്കുലേഷൻ കേട്ടോ. അതുപോലെ തന്നെ ചില ഡെവലപ്ഡ് കൺട്രീസ് സ്ലോ ഡൗൺ ചെയ്യുവാണ്, എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ലോ ഡൗൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഷെയിൽ ഓയിൽ സപ്ലൈസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി കൂടും. ഓയിലിൻ്റെ സപ്ലൈ കുറച്ചുകൂടി കൂടും. ക്രൂഡ് ഓയിൽ പ്രൈസസ് അങ്ങനെയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്യും, കുറച്ചുകൂടി കുറയും. അപ്പോൾ അതായത് ഡെവലപ്ഡ് എക്കണോമീസ് കുറച്ചുകൂടി സ്ലോ ഡൗൺ ചെയ്താൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അവരൊന്ന് സ്ലോ ഡൗൺ ചെയ്താൽ, ഷെയിൽ ഓയിലില്ല നമ്മുടെ വലിയ കിട്ടുന്ന ഓയിൽ, ആ ഓയിൽ സപ്ലൈസ് ഒന്ന് പിക്കപ്പ് ചെയ്യും, കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യും, കുറച്ച് കൂടും. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസസ് കുറയും. അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഫുൾ ഇയർ ഡെഫിസിറ്റ് കുറച്ചൊന്ന് കൂടാനുള്ള അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു കാരണമാകും. അതെല്ലാം ഒരു കോംപ്ലിമെൻ്റ്, ഒരു കാര്യം നടന്നാലും മറ്റൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറയുന്നതനുസരിച്ച് ഐറ്റം ബൈ ഐറ്റം, നിർമ്മല സീതാരാമൻ മറക്കണ്ട കേട്ടോ, ഫിനാൻസ് മിനിസ്റ്റർ, അതൊക്കെ ഓർത്ത് വെച്ചോണം, എപ്പോഴും തെറ്റിപ്പോകരുത്. ഓക്കെ, ഐറ്റം ബൈ ഐറ്റം ആയിട്ട് ഇൻഫ്ലേഷൻ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പക്ഷേ അവർ പറയാണ് അപ്പോൾ അറ്റാക്ക് ഓൺ ഐറ്റം ബൈ ഐറ്റം ഇൻഫ്ലേഷൻ അറ്റാക്ക് ചെയ്യാൻ പറ്റും നമുക്ക്, അതായത് വില കയറ്റം കുറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്രോത്ത് പ്രോസ്പെക്റ്റ് കൂടും, അവിടെ നമുക്ക് ഉറപ്പിക്കാം, എൻഷുർ ചെയ്യാൻ പറ്റും, ഗ്രോത്ത് വരും. അപ്പോൾ അതിന് വലിയ മാറ്റം, അതിന് തടസ്സപ്പെടും, ഗ്രോത്തിനൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ തന്നെ ഐറ്റം ബൈ ഐറ്റം ഇൻഫ്ലേഷനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേഷനെ കേർബ് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഐറ്റം ബൈ ഐറ്റം ഇത് വരുമ്പോൾ ഗ്രോത്ത് പ്രോസ്പെക്റ്റ് കൂടും എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇസ് നോട്ട് കൺസേൺ അല്ലെങ്കിൽ ടാക്സ് റവന്യൂ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ കൺസേൺ ആയിട്ട് വരാൻ പോകുന്നു, ടാക്സിൽ നിന്നുള്ള റവന്യൂ. ഇൻഫാക്ട് നമ്മളിപ്പോൾ ഓവർഷൂട്ട് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് വരുമ്പോൾ നമുക്ക് പറയാം, അങ്ങനെ വന്നാൽ ബഡ്ജറ്റിൻ്റെ ഓവർഷൂട്ട് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻഫ്ലേഷന് കാരണമാകാം. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം, അങ്ങനെ വന്നാൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, അപ്പോൾ ഗവൺമെൻറ് റിവ്യൂ ചെയ്യണം, ഈ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി കറക്റ്റ് ആണോ, ഒന്നുകൂടെ ആ മെഷറിനൊക്കെ ഒന്ന് റീഅസസ് ചെയ്യണം, അനലൈസ് ചെയ്യണം, കറക്റ്റ് ആണോ, പോയേക്കുന്നത് സെറ്റ് ആണോ, നമ്മൾ പോയേക്കുന്ന വഴി കറക്റ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യണം. ആൻഡ് തിങ്ക് ഓഫ് മോർ മെഷേഴ്സ് ടു സ്റ്റിമുലേറ്റ് ഗ്രോത്തിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഗ്രോത്തിനെ കൂട്ടാൻ. സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ സ്റ്റിമുലൻസ് ഒക്കെ ഉപയോഗിക്കില്ല, സ്റ്റിമുലേറ്റ് ചെയ്യാം, നമ്മൾ കൂട്ടുക, ഇൻക്രീസ് ചെയ്യാം. ആൻഡ് മിറ്റിഗേറ്റ്, ഗ്രോത്ത് കൂട്ടാനും മിറ്റിഗേറ്റ് ദ ഡെട്രിമെൻ്റൽ എഫക്ട്, ഹാംഫുൾ എഫക്റ്റിനെ കുറയ്ക്കാനും. ഹാംഫുൾ എഫക്ട് ഓഫ് വാട്ട്, ഹൈ ഇൻഫ്ലേഷൻ്റെ ഹാംഫുൾ എഫക്ട്സിനെ കുറയ്ക്കാനും. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ മിറ്റിഗേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ്റെ എഫക്റ്റുകൾ മാത്രമല്ല, ഇൻട്രസ്റ്റ് റേറ്റും കുറയ്ക്കണം, പലിശ കുറയ്ക്കണം, കൺസംഷൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒന്ന് തയ്യാറായിട്ടിരിക്കണം. കാര്യം അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ കൈ വിട്ട് പോകുമെന്ന് വിചാരിച്ച് അപ്പം തന്നെ റിയലൈസ് ചെയ്യാൻ അസസ് ചെയ്യേണ്ട കാര്യം വേണം. ദാറ്റ് ഇസ് സോ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ, ക്ലിയർലി അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ്. ഐ ഹോപ്പ് ക്ലിയർ ആയെന്ന് കുറച്ചെങ്കിലും. ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, കാര്യം ഈ ഡേറ്റ് ഒന്നും നമുക്ക് അത്രത്തോളം ഇതായിട്ട് വരില്ല. അതൊക്കെ നമ്മുടെ ഇക്കണോമിക്സ് പഠിച്ച പിള്ളേർക്ക്, കൊമേഴ്സ് സെക്ടറിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളവർക്ക് കുറച്ചൊക്കെ ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. ബട്ട് ഐ ഹോപ്പ് ഏറെക്കുറെ ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുവാണ്. എങ്കിൽ നമുക്കടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. ഓക്കെ അല്ലേ, പറഞ്ഞേ ഓക്കെ ആണോന്ന്? ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണേ. ദ നെക്സ്റ്റ് പ്രസിഡന്റ് ഷുഡ് റെക്കഗ്നൈസ് ദിസ് legitimate aspiration and refrain any attempt to maintain the status quo. പറയാവോ? അവിടെ അത് ശരിയാ, അവിടെ കുറഞ്ഞത്ര ഇവിടെ പ്രൈസ് ഇവിടെ കുറഞ്ഞിട്ടില്ല, അത് ശരിയാ, അത് കറക്റ്റ് ആക്കല്ലേ. ദറ്റ് ഇസ് അബേറ്റ് അല്ല, അബേറ്റ് എന്ന് പറയുന്നത് കുറയ്ക്കുക എന്നാണ് കേട്ടോ, വേർബാണ് അബേറ്റ് കേട്ടോ പാർവതി, അബേറ്റ്. യെസ്, എക്സ്പേർട്ട് കൂട്ടണം, അത് തന്നെ. ഓക്കെ, ക്വസ്റ്റ്യൻ പറയാമോ, ആൻസർ പറയാമോ വേഗം? ദ നെക്സ്റ്റ് പ്രസിഡന്റ് ഷുഡ് റെക്കഗ്നൈസ് ദിസ് ലെജിറ്റിമേറ്റ് ആസ്പിറേഷൻ ആൻഡ് റിഫ്രെയിൻ എനി അറ്റംപ്റ്റ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റേറ്റസ് കോ. പറയാവോ? കുറച്ച് മുമ്പ് ഞാൻ ഷമ്മാസിനോട് പറഞ്ഞ ഓർമ്മയില്ലേ, റിഫ്രെയിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ഉറപ്പിച്ചോ, റിഫ്രെയിൻ ഉണ്ടോ, റിഫ്രെയിൻ്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ കൊടുത്തിരിക്കണം. ഏതാ റിഫ്രെയിൻ്റെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ? റിഫ്രെയിൻ്റെ കൂടെ ഇവിടെ കൊടുക്കേണ്ടത് ഏതാ ഫിക്സഡ് പ്രൊപ്പോസിഷൻ? ഫ്രം
refrain from any. That's it. Simple, as simple as that. Refrain from any attempt to maintain the status quo. Moving on, Pillare, another question. Increase testing and building awareness, not stigmatize the infected, can stop the spread of monkeypox. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ സാധനമാണ്. പെട്ടെന്ന് നോക്കുക, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. ആൻഡ് ആൻസർ എനിക്ക് കമന്റ് സെക്ഷൻ തരണം. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഗിവ് മീ യുവർ ആൻസേഴ്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ 10th ലെവൽ മെയിൻസിൻ്റെ ക്ലാസ് 18-ാം തീയതി ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ചാടിക്കയറി ജോയിൻ ചെയ്യാം. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ 4ാമത്തെ ബാച്ച് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണം. 14-ാം തീയതി തുടങ്ങിയതാണ്. നമ്മുടെ സുപ്രീം കോർട്ടും ദേവസ്വം ബോർഡും ഒരുമിച്ച് തുടങ്ങിയതാണ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കോഡ് Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കുക. ഓക്കെ. അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സമയം ഒരുപാടായി, നമുക്ക് നിർത്തിയേക്കാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പരിഗണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മാക്സിമം മറ്റുള്ളവരോട് എത്തിക്കാൻ ശ്രമിക്കുക. കോമന്റ് സെക്ഷനിൽ ആൻസർ തരിക. താങ്ക് യു എവ്രി വൺ. ടേക്ക് കെയർ. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. എപ്പോഴും പറയുന്ന പോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, യു നോ വാട്ട് ടു ഡു. എനിക്ക് പ്രൊഫഷണൽ ഇമെയിൽ ഐഡിയിലേക്ക് ഒരു മെസ്സേജ് അയക്കാം, ഓർ കോമന്റ് സെക്ഷനിൽ കൊടുക്കുക. ഐ വിൽ give you the response. Bye bye. Take care.